കർത്താവിന്റെ അതിപരിശുദ്ധ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ കൃപയാലും കരുണയാലും പിന്നെയും നമുക്ക് ദൈവസന്നിധിയിൽ ഒരു പ്രാവശ്യം കൂടി ദൈവവചന പഠനത്തിനായി ഒരുമിച്ച് കൂടുവാൻ ഈ സൂം പ്ലാറ്റ്ഫോമിൽ സർവശക്തനായ ദൈവം ഒരുക്കിയ മുഖാന്തരത്തിനായി സ്തോത്രം കരയേറ്റാം. ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ദൈവം നമ്മെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വേണ്ടതൊക്കെയും നൽകിത്തന്ന് സംരക്ഷണം നൽകിത്തന്ന് വിശ്വാസത്തിൽ തളർന്നു പോകാതെ ദൈവത്തോടുള്ള ഭയത്തിലും ഭക്തിയിലും ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നത് ഓർത്ത് നമുക്ക് നന്ദി കരയേറ്റാം. ജഡത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഭാരങ്ങളും വേദനകളും ഒക്കെ പല രീതിയിൽ ജീവിതത്തെ ദുസ്സഹമാക്കുമ്പോഴും പ്രത്യാശയോടെ നമ്മെ നടത്തുന്ന തന്റെ വചനം തന്ന് ആത്മാവിനെ തന്ന് നമ്മെ ശക്തീകരിക്കുന്ന ദൈവത്തിന് സ്തോത്രം കരയേറ്റാം. നാം തുടർമാനമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ദൈവവചന ഭാഗം പത്രോസ് എഴുതിയ 1-ാം ലേഖനം അതിന്റെ 3-ാം അധ്യായം 22-ാം വാക്യത്തിൽ നിന്നുകൊണ്ടാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ചില വിഷയങ്ങൾ നമുക്ക് ആഴത്തിൽ ആ വാക്യത്തിന്റെ പിൻബലത്തിൽ ചിന്തിപ്പാൻ ദൈവം കൃപ തന്നു. ഈ രാത്രികാലം അടുത്ത വചനത്തിലേക്ക് കടക്കുവാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. ഈ രാത്രികാലം പ്രാരംഭമായി ചില ചിന്തകൾ ചിന്തിപ്പാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുയേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ സ്നേഹവന്ദനം ചൊല്ലുന്നു. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കണമേ. വചനം നമുക്ക് ഈ രാത്രികാലം ദൈവം മനസ്സിലാക്കി തന്നെങ്കിൽ മാത്രമേ അതിന്റെ പൊരുളുകളെ ഗ്രഹിക്കുവാൻ കഴിയുകയുള്ളൂ. നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നമുക്ക് വേണ്ട ആലോചന ദൈവത്തിന്റെ വചനത്തിലൂടെ നമുക്ക് ലഭിച്ചെങ്കിലേ നമുക്ക് കൃപയിൽ വളരുവാൻ സാധിക്കുകയുള്ളൂ. കുറച്ച് നമ്മൾ വായിച്ചു, നമ്മൾ ധ്യാനിച്ചു, ചിന്തകൾ നമുക്ക് ലഭിച്ചു. അതിലുപരി ദൈവം എന്താണ് അതിലൂടെ ആഗ്രഹിക്കുന്നത് അത് നമുക്ക് മനസ്സിലാക്കി കിട്ടിയെങ്കിൽ മാത്രമേ വ്യക്തമായിട്ട് ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അതിന്റെ നന്മകളും വിടുതലുകളും അനുഭവിപ്പാനും നമുക്ക് സാധിക്കുകയുള്ളൂ. നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ പ്രാരംഭമായി പത്രോസ് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യം വായിച്ച് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താമല്ലോ. ക്രിസ്തു ജഡത്തിൽ കഷ്ടമനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പിൻ. ദൈവത്തിന് സ്തോത്രം. ഒരു പുതിയ വിഷയത്തിലേക്ക് ഈ രാത്രികാലം കടക്കുകയാണ്. പത്രോസ് എഴുതിയ 1-ാം ലേഖനത്തിന്റെ 3-ാം അധ്യായം 22-ാം വാക്യം നാം ചില ആഴ്ചകൾ ചിന്തിപ്പാനിടയായി. ഇനിയും ചില കാര്യങ്ങൾ അതിന്റെ സ്തോത്രം അതിനിൽ തന്നെ ചിന്തിക്കാനുണ്ട് എങ്കിലും സ്തോത്രം അത് മുന്നോട്ട് പോകാൻ കർത്താവിൽ ഒരു പ്രേരണ ലഭിച്ചതുകൊണ്ട് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. കാരണം നമുക്ക് ഈ പുതിയ വിഷയങ്ങളെ കുറിച്ച് ചില കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ദൈവസന്നിധിയിൽ എല്ലാ മനസ്സുകളും ഒരുക്കി കൊടുത്താട്ട് കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ചാട്ട് ഈ രാത്രികാലം ദൈവം തന്റെ വചനത്തിന്റെ പൊരുളുകളെ ഗ്രഹിപ്പിച്ചു തരേണ്ടതിനും ദൈവവചനത്തിന്റെ വാതിലുകളെ നമുക്ക് തുറന്നു തന്ന പരിശുദ്ധാത്മാവിൽ വചനത്തെ വ്യാഖ്യാനിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കേണ്ടതിന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഗ്രഹിപ്പിക്കേണ്ടതിന് ആത്മാവിനെ വചനത്തോടുകൂടെ അളവ് കൂടാതെ നൽകി തന്ന് നമുക്ക് കാര്യങ്ങൾ ഗ്രഹിപ്പിക്കേണ്ടതിന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധൻ മഹോന്നത ദൈവം പരമെങ്ങും വിളങ്ങും മഹേശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മശിഹ. പരിശുദ്ധൻ മഹോന്നത ദൈവം പരമെങ്ങും വിളങ്ങും മഹേശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മശിഹ. ഹല്ലേലൂയാ, 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 ആമേൻ. അവൻ അത്ഭുത മന്ത്രിയാം ദൈവം, നിത്യദാതനും വീരനാം ദൈവം, ഉന്നത ദൈവം, നീതിയൻ സൂര്യൻ, രാജാതിരാജനാം മശിഹ. അവൻ അത്ഭുത മന്ത്രിയാം ദൈവം, നിത്യദാതനും വീരനാം ദൈവം,
ഉന്നത ദൈവം നീതിയിൻ സൂര്യൻ രാജാതിരാജനാം മശിഹ. ഹല്ലേലൂയ, 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 ആമേൻ. കൊടകോടിതൻ ദൂത സൈന്യവുമായി മേഘാരൂഢനായി വരുന്നിതാ വിരവിൽ. തൻ പ്രിയ സുതരെ തന്നോട് ചേർപ്പാൻ വേഗം വരുന്നേശു മശിഹ. കൊടകോടിതൻ ദൂത സൈന്യവുമായി മേഘാരൂഢനായി വരുന്നിതാ വിരവിൽ. തൻ പ്രിയ സുതരെ തന്നോട് ചേർപ്പാൻ വേഗം വരുന്നേശു മശിഹ. ഹല്ലേലൂയ, 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 ആമേൻ. പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസത്തിന്റെ വൈകിയ വേളയ്ക്കായി സ്തോത്രം. കർത്താവേ, ഭൂമികളെ ക്ഷേമത്തോടെ നടത്തുന്ന ദൈവമേ, ഈ രാത്രികാലവും കർത്താവേ നിന്റെ സാന്നിധ്യം വാഗ്ദത്ത പ്രകാരം ഞങ്ങളുടെ നടുവിലുള്ളത് കൊണ്ട് സ്തോത്രം. അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹവുമല്ല, ദൈവത്തിന്റെ വചനത്തിനായിട്ടുള്ള ഒരു വാഞ്ച ഞങ്ങൾക്കുള്ളിൽ ഉണ്ടാകുവാനും ദൈവ സാന്നിധ്യം അനുഭവിച്ച് കർത്തൃപാദ പീഠങ്ങളിൽ ഇരുപ്പാനും ഈ രാത്രി ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ നടുവിൽ ക്രിസ്തുവിന്റെ മനോഹരത്വം വെളിപ്പെടുവാൻ, വചനത്തിന്റെ ഹല്ലേലൂയ ശക്തി വിടുതൽ വ്യാപരിപ്പാൻ ഈ രാത്രി ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് കൂട്ടിവരുത്തിയ മക്കളെ ഓർത്ത് സ്തോത്രം കരയേറ്റുന്നു. കർത്താവെ, ഇനിയും ലിങ്ക് ചെയ്യാനുള്ള ഒരു വേഗത്തിൽ കൂട്ടിവരുത്തണമേ. എല്ലാവിധ തടസ്സങ്ങളെയും ദൈവം മാറ്റണമേ. ആഗ്രഹത്തോടെ ദൈവസന്നിധിയിൽ ഇരുപ്പാനും കർത്താവെ, ഞങ്ങളെ വചനം ഗ്രഹിപ്പിക്കുന്നത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും കേട്ടിട്ട് ചതിക്കാതെ പ്രമാണിക്കുന്നവരാകുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയന്റെ നാവോട് ഹൃദയത്തോടും കൂടെ ഇരുന്നുകൊണ്ട് അങ്ങയുടെ അഭിഷേകം ഈ രാത്രികാലം ശുശ്രൂഷിക്കുമാറാകണമെന്ന് ദൈവത്തോട് അടിയൻ പ്രാർത്ഥിക്കുന്നു. നിന്റെ ജനത്തിന് ആവശ്യമായ ആലോചനകൾ വചനത്തിലൂടെ വെളിപ്പെട്ടു വരുവാൻ കർത്താവേ സ്തോത്രം, വചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവിക മർമ്മങ്ങൾ ഞങ്ങളുടെ നടുവിൽ വെളിപ്പെട്ടു വരുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രി ഞങ്ങളെ അനുഗ്രഹിക്കുന്ന വിധങ്ങൾക്കായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവിന്റെ അതിപരിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് നമുക്ക് വേഗത്തിൽ കടക്കാം. വളരെ പ്രാധാന്യം അർഹിക്കുന്ന ദൈവവചന വാക്യങ്ങളാണ് തുടർന്ന് നാം ചിന്തിക്കാൻ പോകുന്നത്. അതിപ്രകാരമാണ് നാം വായിച്ചത്. ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിക്കുവിൻ. അപ്പോസ്തലനായ പത്രോസ് ഈ ദൈവവചനം എഴുതുമ്പോൾ ക്രിസ്തുവുമായി ബന്ധപ്പെടുത്തി നമ്മുടെ പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൽ ആമേൻ നാം എപ്രകാരം ആയിരിക്കണം, ക്രിസ്തീയ ജീവിതത്തിൽ ഒരു ആമേൻ അലസ മനോഭാവത്തോടെ പോകുവാനല്ല, ക്രിസ്തുയേശുവിനെ രക്ഷിതാവും കർത്താവുമായി കൈക്കൊണ്ട് ദൈവസഭയോട് ചേർക്കപ്പെട്ട് ദൈവത്തിന്റെ തിരുഹിതം മനസ്സിലാക്കി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ ക്രിസ്തു പോയ പാതയിലൂടെ സഞ്ചരിക്കേണ്ടതാകുന്നുവെന്നും അവനിലുള്ള ഭാവം നമ്മിലൂടെ ദൃശ്യമാകണമെന്നും ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ അപ്പോസ്തലനായ പത്രോസ് വ്യാഖ്യാനിക്കാൻ ഇടയാകുകയാണ്. ഒരു യുദ്ധത്തിനായി ആയുധം ധരിച്ചു നിൽക്കുന്ന ഒരു പടയാളി ആയിട്ടാണ് പത്രോസ് വിശ്വാസിയെ കാണാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ റിപ്പീറ്റ് ചെയ്യട്ടെ. ഒരു യുദ്ധത്തിനായി ആയുധം ധരിച്ചു നിൽക്കുന്ന ഒരു പടയാളി ആയിട്ടാണ് പത്രോസ് വിശ്വാസിയെ കാണാൻ ആഗ്രഹിക്കുന്നത്. കാരണം ആയുധം ധരിച്ചൊരു വ്യക്തി നിൽക്കുക എന്ന് പറയുന്നത് ഒരു പടയാളിയാണ് എപ്പോഴും അവൻ ആയുധം ധരിച്ച് റെഡി ടു സ്ട്രൈക്ക്, എപ്പോഴും യുദ്ധസേവയ്ക്ക് വേണ്ടി ഒരു പടയാളി നിൽക്കുന്നത് പോലെ. എന്നാൽ ഇതിന് വേറൊരു ആസ്പെക്റ്റ് ആണെന്നേ ഉള്ളൂ. ആയുധമായി ധരിക്കേണ്ടത് എന്താണെന്ന് ക്രിസ്തുവിലുള്ള ഈ പറഞ്ഞ ഭാവമാണ് ആയുധമായി ധരിക്കേണ്ടത്. എന്നാൽ ഈ ആയുധം എന്ന വാക്ക് ഉദ്ദേശിക്കുന്നത് ഒരു പടക്കളവും
ഒരു പടയാളിയും ഒരു യുദ്ധവും ഒക്കെ ആയിട്ട് ചേർന്നാണ് അവൻ ചിന്തിപ്പാൻ ഇടയാകുന്നത്. നമ്മുടെ മനോഭാവം, ഭാവം എന്ന വാക്ക് മനോഭാവം അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് എന്ന അർത്ഥത്തിലാണ് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ മനോഭാവമാണ് ആയുധങ്ങൾ. ആയുധമായിട്ട് ധരിക്കേണ്ടത് നമ്മിൽ വെളിപ്പെടുന്ന മനോഭാവമാണ്. ഹല്ലേലൂയ. അത് ബലഹീനമോ തെറ്റായതോ ആണെങ്കിൽ പരാജയം ഉറപ്പാണ്. ഈ മക്കളെ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവന്റെ മനോഭാവം തെറ്റായ രീതിയിലാണെങ്കിൽ, അത് ബലഹീനമായ രീതിയിലാണെങ്കിൽ, അത് അവന്റെ ക്രിസ്തീയ ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങൾ സ്തോത്രം ഉണ്ടാകാൻ അസാധ്യതയുണ്ട്. ഹല്ലേലൂയ. കാഴ്ചപ്പാടിനനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത്. അങ്ങനെയെങ്കിൽ ശരിയായ ഒരു ജീവിതം നയിക്കണമെങ്കിൽ ദിശാബോധമുള്ള കാഴ്ചപ്പാടുകൾ നമുക്കുണ്ടായിരിക്കണം. ക്രിസ്തുവിനെ അനുഗമിക്കുന്ന നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ചില കാര്യങ്ങളെ കുറിച്ചൊരു വ്യക്തതയും നിർണയവും ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ബൈബിൾ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദർശനം നമുക്കുണ്ടായിരിക്കണം, ഒരു വെളിപ്പാട് നമുക്കുണ്ടായിരിക്കണം. ആരെയാണ് പിൻപറ്റുന്നതെന്നും സ്തോത്രം ആർക്കാണ് നമ്മുടെ ജീവിതം സമർപ്പിച്ചിരിക്കുന്നതെന്നും അവൻ എപ്രകാരം ഈ ലോകത്തിൽ ജീവിച്ച് പഠിപ്പിച്ച് കാണിച്ച് തന്നു എന്നും മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പ്രായോഗിക ക്രിസ്തീയ ജീവിതമാണ് എന്നിലും നിങ്ങളിലും കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ പറഞ്ഞു, നമ്മുടെ ജീവിതം ശരിയായ രീതിയിൽ നയിക്കണമെങ്കിൽ ഒരു ദിശാബോധം നമുക്കുണ്ടായിരിക്കണം. അപ്രകാരമുള്ള ഒരു കാഴ്ചപ്പാടിനനുസരിച്ച് മുമ്പോട്ട് പോയില്ലെങ്കിൽ പലപ്പോഴും വിശ്വാസ ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിക്കുവാൻ അല്ലെങ്കിൽ നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങൾ നമ്മെ ബോട്ടം പിറ്റിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അതിനെയൊക്കെ അതിജീവിച്ച്, കാരണം ഈ ജീവിതത്തിനകത്ത് വരുന്ന ഓരോ അനുഭവങ്ങൾ എപ്പോഴും നമുക്ക് സന്തോഷം തരുന്ന അനുഭവങ്ങളല്ല. അവിചാരിതമായി കടന്നു വരുന്ന ദുഃഖങ്ങൾ, ഭാരങ്ങൾ, അന്യായമായി കടന്നു വരുന്ന വിഷയങ്ങൾ, ഇതൊക്കെ നമുക്ക് ആ സമയാസമയങ്ങളിൽ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ ഈ ദിശാബോധവും ദർശനവും ഉണ്ടെങ്കിൽ മാത്രമേ. അതിന്റെ ഒരു വ്യക്തമായ തെളിവാണ് കാരാഗ്രഹത്തിൽ നാളെ അടുത്ത ദിവസം ഹെരോദാവിന്റെ വാളിന് തന്റെ തല പോകുമെന്ന് പത്രോസിന് അതിന്റെ മേൽ ആ വെർഡിക്റ്റ് കിടക്കുമ്പോൾ പടയാളികളുടെ നടുവിൽ പത്രോസ് സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ്, ശാന്തമായിട്ട് കിടന്നുറങ്ങുകയാണ്. നമ്മൾ നാച്ചുറൽ സെൻസിൽ ഒന്ന് ചിന്തിക്കുക. പിറ്റേ ദിവസം അവനെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഓർഡർ പാസ്സായിരിക്കുന്ന ഒരു വ്യക്തിക്ക് സ്തോത്രം എപ്രകാരം സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുവാൻ സാധിക്കും? ഇതാണ് ദർശനം അല്ലെങ്കിൽ ദിശാബോധമുള്ള ഒരു ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. കാരണം അവന് വ്യക്തമായിട്ട് ഒരു ഉറപ്പ് ദൈവത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ആ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് പത്രോസ് സുഖമായിട്ട് ഉറങ്ങുന്നത്. ഒരു സ്വാഭാവിക മനുഷ്യന് ഇപ്രകാരം ഒരു വെർഡിക്റ്റ് കിടക്കുമ്പോൾ അവന് ഉറങ്ങാൻ ഒരിക്കലും സാധ്യമല്ല. എന്നാൽ പത്രോസ് എന്തുകൊണ്ട് ഉറങ്ങി എന്ന് ചിന്തിച്ചാൽ, പത്രോസിനോട് കർത്താവ് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും തന്നിൽ നിവൃത്തിയാകാനുണ്ടെന്ന് താൻ മനസ്സിലാക്കിക്കൊണ്ടാണ് ഹൃദയത്തെ ധൈര്യപ്പെടുത്തി ആ സാഹചര്യത്തെ അതിജീവിക്കാൻ ഇടയായി തീർന്നത്. രണ്ട് വാക്കുകൾ നമുക്ക് വായിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. അത് ഒന്നാമത് സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 29-ാം അധ്യായം 18-ാം വാക്യം. വെളിപ്പാടില്ലാത്തടത്തെ ജനം മര്യാദ വിട്ട് നടക്കുന്നു, ന്യായപ്രമാണം കാത്തുകൊള്ളുന്നവനോ ഭാഗ്യവാൻ. ഇവിടെ പറയുന്നു, വെളിപ്പാടില്ലാത്തടത്ത്, റെവലേഷൻ ഇല്ലാത്തടത്ത് ജനം മര്യാദ കെട്ട് നടക്കുന്നു. അപ്പോൾ ഒരു റെവലേഷൻ ആണ് വാസ്തവത്തിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ വളരെ ഫ്രൂട്ട്ഫുൾ ആക്കി മാറ്റുന്നത്. ഈ ഒരു റെവലേഷൻ നമുക്ക് ക്രിസ്തുവിനെ കുറിച്ചില്ലെങ്കിൽ പലപ്പോഴും ക്രിസ്തീയ ജീവിതം പരാജയപ്പെടുന്നതിന്റെ ഒരു പ്രധാന കാര്യം ക്രിസ്തു എന്ന ആ മിസ്റ്ററിയെ കുറിച്ച് നമുക്കൊരു വ്യക്തതയില്ലാത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ. തെറ്റായ ചില ധാരണകൾ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ, അത് പ്രാസംഗികരിൽ നിന്ന് പോലും ചിലപ്പോൾ അകത്ത് കിട്ടിയിട്ടുണ്ടാകും. ആവശ്യമില്ലാത്ത സ്തോത്രം, ദൈവത്തിൽ നിന്നല്ലാത്ത പല കാര്യങ്ങളും നമ്മുടെ ഉള്ളിൽ സ്തോത്രം വഹിച്ചുകൊണ്ട് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയും അതിന് ഘടകവിരുദ്ധമായ രീതിയിൽ പലതും സംഭവിക്കുകയും ചെയ്യുമ്പോൾ സ്തോത്രം, ഈ ഒരു വെളിപ്പാട് നമുക്ക് ദൈവത്തിൽ നിന്ന്, ക്രിസ്തുവിലുള്ള ഭാവത്തിന്റെ വെളിപ്പാടാണ് നമുക്ക് വേണ്ടത്. ഹല്ലേലൂയ. വെളിപ്പാട് എന്ന് ഞാൻ അർത്ഥമാക്കുന്ന എന്തെങ്കിലും മനസ്സിൽ തോന്നുന്നതല്ല.
ക്രിസ്തുവിലുള്ള ഭാവത്തിന്റെ വെളിപ്പാടാണ് നമുക്ക് വേണ്ടത്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യം വായിച്ചാട്ട്. ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നു, ക്രിസ്തുവേശുവിലുള്ള മനോഭാവം, അവന്റെ ആറ്റിറ്റ്യൂഡ് നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ അതാണ് വാസ്തവത്തിൽ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു വെളിപ്പാടായിട്ട് കിടക്കേണ്ടത്. ഈ വെളിപ്പാട് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ, ക്രിസ്തുവിലുള്ള ആ ഭാവത്തിന്റെ ഒരു വെളിപ്പാട് നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ, ആ വെളിപ്പാട് ആർക്ക് ലഭിക്കുന്നുവോ അവർ ആരോഗ്യകരമായ രീതിയിൽ ക്രിസ്തീയ ജീവിതത്തെ നയിക്കും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നും യാദൃച്ഛികമല്ല, പെട്ടെന്ന് എന്തെങ്കിലും. കാരണം പത്രോസ് തന്നെ പറയുന്ന മറ്റൊരു വാക്യമുണ്ട്, 4-ാം അധ്യായം, പത്രോസ് 1-ാം ലേഖനത്തിന്റെ 4-ാം അധ്യായം 12-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചാട്ട്. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. അപ്പസ്തോലൻ ദൈവസഭയോട് പറയുകയാണ്, നിങ്ങൾക്ക് കടന്നു വരുന്ന പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഏതോ അപൂർവ കാര്യം വന്ന് സംഭവിച്ചു എന്ന് ഓർത്ത് നിങ്ങൾ അതിശയിച്ചു പോകരുത്. ഇതൊക്കെ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കണം. ക്രിസ്തീയ ജീവിതത്തിൽ യാദൃച്ഛികമായിട്ടൊന്നും നടക്കുന്നില്ല. ദൈവഭയത്തോടെ ജീവിക്കുന്ന, ദൈവവചനത്തിന് ഹൃദയത്തിൽ ഇടം കൊടുത്ത് കർത്താവിന്റെ വഴികളിൽ നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം തന്റെ വഴികളിൽ നടത്തുമ്പോൾ, അഗ്നിശോധനകൾ കടന്നു വരുമ്പോൾ, ഒരു അപൂർവ കാര്യം എൻ്റെ ജീവിതത്തിൽ വന്ന് ഭവിച്ചു, എന്തേ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വന്ന് ഭവിക്കുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് സ്തോത്രം നിരാശപ്പെട്ടു പോകരുത്. അതാണ് പത്രോസ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ഇതിനെ അതിശയിക്കൊന്നും വേണ്ട. കാരണം നിങ്ങളുടെ വിളിക്കകത്ത് ഇതെല്ലാം ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിനകത്ത് ക്രിസ്തുവേശു പോയ പാതയിലൂടെയാണ് ഞാൻ നിങ്ങൾ സഞ്ചരിക്കുന്നത്. നമുക്ക് വേറൊരു വഴിയില്ല. അവൻ തന്നെ വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞ് വിശ്വാസത്തിന് ആരംഭം, അല്ലെങ്കിൽ വിശ്വാസത്തിന് നായകനായി, ക്യാപ്റ്റനായിട്ട് മുന്നിൽ നിൽക്കുമ്പോൾ നമുക്ക് വേറൊരു എളുപ്പമാർഗമില്ല. അങ്ങനെ ആരെങ്കിലും എളുപ്പമാർഗത്തിലൂടെ ക്രിസ്തീയതയെ മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അത് ഗോഡ്ലി വേ അല്ല, അത് ഔട്ട് ഓഫ് ദ വേ ആണ്. ദൈവവചനത്തിന്റെ വ്യവസ്ഥയിലുള്ള ക്രിസ്തീയ ജീവിതം യേശു പോയ, അതുകൊണ്ടാണ് യേശുവിലുള്ള ഭാവം നിങ്ങളും ധരിച്ചുകൊള്ളുവീൻ എന്ന് പറഞ്ഞത്. മറ്റൊരു ഭാവവും നമുക്ക് വെളിപ്പെടുത്താനില്ല. യേശുക്രിസ്തുവിലുള്ള ഭാവമാണ് നമ്മുടെ ആയുധമായി നാം ധരിച്ചിരിക്കുന്നതെങ്കിൽ ക്രിസ്തു ആ ഭാവം കൊണ്ട് എങ്ങനെ വിക്ടറി എടുത്തുവോ അതാണ് അതിന്റെ തീം. ക്രിസ്തു ആ ആയുധം ധരിച്ചത് ഒരു വിക്ടറിക്ക് വേണ്ടിയായിരുന്നു. ജഡത്തിൽ താൻ കഷ്ടം അനുഭവിച്ചപ്പോൾ, സ്തോത്രം, അതിന്റെ കുറിവാക്യം ഇങ്ങനെയാണല്ലോ, ജഡത്തിൽ കഷ്ടം അനുഭവിച്ചത് കൊണ്ട് ക്രിസ്തു ആ ഭാവം ആയുധമായി ധരിച്ചിരുന്നത് കൊണ്ട് അവനൊരു പരാജയം ഒരിടത്തും വന്നിട്ടില്ല. പരാജയപ്പെടുത്താനുള്ള ശ്രമമൊക്കെ നടന്നിട്ടുണ്ട്. എന്നാൽ പരാജയപ്പെട്ടില്ല എങ്കിൽ എന്താണ് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മെസ്സേജ്? അവൻ പരാജയപ്പെട്ടില്ലെങ്കിൽ അതേ മനോഭാവമാകുന്ന ആയുധം നാം ധരിച്ചിരിക്കുന്നിടത്തോളം ഞാനും നിങ്ങളും പരാജയപ്പെടത്തില്ല. യുദ്ധക്കളത്തിലാണ് ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നത്. ഈ ആയുധം ധരിച്ച് നാം മുന്നോട്ട് പോകുന്നിടത്തോളം അതിൽ നിന്ന് ഒരു പരാജയമല്ല, യേശു ജയമെടുത്തതുപോലെ എനിക്കും നിങ്ങൾക്കും ജയമെടുക്കുവാൻ സാധിക്കും. നാം ആരെയാണ് പിൻപറ്റുന്നതെന്നും അവൻ സഞ്ചരിച്ച പാത എപ്രകാരമുള്ളതെന്നും ഈ ലോകം അവന് നൽകിയത് എന്തെന്നും നമ്മുടെ ജീവിതത്തെ നാം അഭ്യസിപ്പിക്കണം. ദൈവവചനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇതുവരെ ഇല്ലാത്ത പല കാര്യങ്ങളും നാം അഭ്യസിപ്പിക്കണം. നമ്മുടെ ജീവിതത്തെ പഠിപ്പിച്ചെടുക്കണം, പരിശീലിപ്പിച്ചെടുക്കണം. നമ്മൾ കേട്ടിട്ടില്ല, പല കാര്യങ്ങളിലും പല താലന്തുകളും വർദ്ധിച്ചു വരുന്നത് പരിശീലനത്തിലൂടെയാണ്. ക്രിസ്തീയ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ, ഇന്നലകളിൽ നാം ചെയ്യാത്ത പല കാര്യങ്ങൾ, നമ്മെ കൊണ്ട് അസാധ്യമായ കാര്യങ്ങൾ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ക്രിസ്തീയ ജീവിതത്തെയും പാകപ്പെടുത്തിയെടുക്കേണ്ട ഒരു ആവശ്യകത നമുക്കുണ്ട്. അതാണ് ക്രിസ്തുവിലുള്ള ജീവിതത്തിന്റെ ഒരു പ്രത്യേകത. കഴിയാത്ത പല കാര്യങ്ങളും സ്തോത്രം അവന്റെ കൃപയാൽ എന്നിലും നിങ്ങളിലും
ആ കഴിയാത്ത കാര്യങ്ങൾ ചെയ്തെടുപ്പിക്കാൻ ദൈവത്തിന് കഴിയും. അതിന് പരിശീലനത്തിന്റെ ആവശ്യമുണ്ട്. ഹല്ലേലൂയ. ഈ പരിശീലനത്തിന്റെ പ്രത്യേകതയാണ് അപ്പോസ്തലനായ പൗലോസ് തന്റെ ജീവിതത്തെ നോക്കി താൻ പറയുന്നത്. ഹല്ലേലൂയ. കടന്നു വന്നാട്ട് താൻ എങ്ങനെയാണ് തന്റെ ജീവിതത്തെ പരിശീലിപ്പിച്ചതെന്ന് അപ്പോസ്തലൻ തന്നെ പറയുന്നെന്ന് കേട്ടാണ് ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 12 മുതൽ 13 വാക്യങ്ങൾ. താഴ്ചയിൽ ഇരിപ്പാനും സമൃദ്ധിയിൽ ഇരിപ്പാനും എനിക്കറിയാം. തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിൽ ഇരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഈ വാസ്തവത്തിൽ ഈ പൗലോസ് അപ്പോസ്തലന്റെ ചരിത്രമൊക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ അവൻ ഒന്നിനും കുറവുള്ള ഒരു വ്യക്തി ആയിരുന്നില്ല. സ്റ്റാറ്റസിന് സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു, പണത്തിന് പണം ഉണ്ടായിരുന്നു, മാന്യതയ്ക്ക് മാന്യത ഉണ്ടായിരുന്നു. ഒരിടത്തും തല കുനിക്കേണ്ട ആവശ്യകതയുള്ള വ്യക്തി ആയിരുന്നില്ല. എന്നാൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം തനിക്ക് ലഭിക്കാമായിരുന്ന പല ലാഭങ്ങളെയും ഛേദമെണ്ണി ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ മുന്നോട്ട് താൻ കാലെടുത്തു വെക്കുമ്പോൾ താൻ കടന്നുപോയ പല അനുഭവങ്ങളെയാണ് ഈ കാണിക്കുന്നത്. ബുദ്ധിമുട്ടിലൂടെ താൻ കടന്നുപോയി, പട്ടിണിയിലൂടെ താൻ കടന്നുപോയി, ചില സമയങ്ങളിൽ സമൃദ്ധി തനിക്ക് ലഭിക്കാനിടയായി. ഇതൊന്നും തന്നെ ആ ദൈവത്തോടുള്ള ആ ബന്ധത്തിൽ ഒരു ഫ്രിക്ഷൻ വരുത്താതെ ആ പാതയിൽ തന്നെ തൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ജീവിതത്തിന് അച്ചടക്കം വരുത്തി പരിശീലിപ്പിച്ചെടുത്തു. സ്തോത്രം. തൻ്റെ വയറിനെ പരിശീലിപ്പിച്ചെടുത്തു. തൻ്റെ കാലുകളെ നടക്കാത്ത താൻ മൈലുകളോളം നടക്കാൻ തൻ്റെ കാലുകളെ പാകപ്പെടുത്തി. സ്തോത്രം. നല്ല സുഖനിദ്രയ്ക്ക് കിട്ടിയിരുന്ന റൂമൊക്കെ മാറി ചിലപ്പോൾ റെയിൽവേ സ്റ്റേഷനിലോ വഴിയരികിലോ ഒക്കെ കിടക്കേണ്ടതായിട്ട് വരും. സ്തോത്രം. ഒരു നോ പ്രോബ്ലം. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം താൻ ആരെയാണ് അനുഗമിക്കുന്നത് എന്നുള്ള ഒരു ദർശനം തൻ്റെ ഉള്ളിൽ കിടന്നത് കൊണ്ട്. നമ്മള് ഈ കുറച്ചു നാൾ മുമ്പ് മരിച്ചു മാറ്റപ്പെട്ട പാസ്റ്റർ VA തമ്പിയും അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയും മറിയാമ്മ തമ്പിയും ഒക്കെ അവരുടെ സാക്ഷ്യങ്ങൾ പറയുമ്പോൾ അവരുടെ ക്രിസ്തീയ ജീവിതത്തിൽ മിഷണറി പ്രവർത്തനമായി മുന്നോട്ട് പോയപ്പോൾ റെയിൽവേ സ്റ്റേഷനുകളിലും അവിടെ ഇവിടെയൊക്കെ കടന്ന് സുവിശേഷ സംബന്ധമായിട്ട് അവരനുഭവിച്ച കഷ്ടങ്ങളെ കുറിച്ചൊക്കെ സാക്ഷ്യം പറയുമ്പോൾ ദൈവത്തിന്റെ മക്കളെ ക്രിസ്തീയ ജീവിതത്തിൽ പരിശീലിപ്പിച്ചെടുക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ശരീരം അതിന് പലപ്പോഴും അനുവദിക്കത്തില്ലെങ്കിലും നാം അതിനെ ദൈവത്തോടുള്ള സ്നേഹത്തിൽ കീഴ്പ്പെടുത്തി എല്ലാ സാഹചര്യത്തിലും അവനോടുള്ള അനുസരണത്തിൽ അവനോടുള്ള സ്നേഹത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തി കൊണ്ടുപോയെങ്കിൽ മാത്രമേ സംതൃപ്തിയുള്ള ഒരു ജീവിതം. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഒരു വാക്ക് പ്രാർത്ഥിക്കാറുണ്ട്. കർത്താവേ, നീ നടത്തുന്ന എല്ലാ വഴികളിലും സംതൃപ്തിയോടെ ഇരിക്കാൻ എനിക്ക് കൃപ തരണം. ഞെരുക്കങ്ങൾ കടന്നു വരുമ്പോൾ, മാനസിക സംഘർഷങ്ങൾ കടന്നു വരുമ്പോൾ ഒരു നെഗറ്റീവ് ചിന്തയിലേക്ക് പോകാതെ അതിൽ സംതൃപ്തനായിരിപ്പാൻ. സ്തോത്രം. ആ ഇല്ലായ്മയിൽ സംതൃപ്തിയോടെ ഇരുപ്പാൻ. അതാണ് ക്രിസ്തീയ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മെ പരാജയപ്പെടുത്താൻ ആ ഇല്ലായ്മയ്ക്ക് സാധിക്കത്തില്ല, ആ ബുദ്ധിമുട്ടിന് സാധിക്കത്തില്ല. നമ്മൾ അതിനെ ഓവർകം ചെയ്യാനിടയായിത്തീരും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഈ ഘട്ടങ്ങളിലൊക്കെ എന്നെ ശക്തനാക്കുന്ന ഒരുവൻ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ പാർട്ട് ചെയ്തപ്പോൾ, ഞാൻ എൻ്റെ ജീവിതത്തെ ശീലിപ്പിച്ചപ്പോൾ, ഞാൻ എന്നെ തന്നെ ചില കാര്യങ്ങൾ അഭ്യസിപ്പിച്ചപ്പോൾ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായി വന്നു. സ്തോത്രം. നമുക്ക് മുന്നോട്ട് കടന്നു പോകാം. ഹല്ലേലൂയ. സ്വാഭാവിക പ്രതീക്ഷകൾക്ക് ചേരാത്ത പലതും നേരിടേണ്ടി വരുമ്പോൾ വിശ്വാസ ജീവിതം തന്നെ പലപ്പോഴും മനുഷ്യർക്ക് ഭാരമായി തോന്നും. സ്തോത്രം. ക്രിസ്തീയ ജീവിതം ഭാരമായി തോന്നാതിരിക്കാൻ ദൈവത്തിന്റെ മക്കളെ ഒരു വ്യക്തത നമുക്കുണ്ടായിരിക്കണം. യേശുവിനെ അനുഗമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇതൊരു ഫാന്റസി, ഒരു സൂപ്പർമാൻ സ്റ്റൈൽ അല്ല, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതിന്റെ പിന്നാലെയുള്ള ഒരു ഓട്ടമല്ല. കൃത്യമായിട്ടും വ്യക്തമായിട്ടും ഒരു ദർശനത്തോടെയുള്ള ഒരു സ്തോത്രം യേശുവിനെ അനുഗമിക്കുന്ന ഒരു പാതയത്രേ. കർത്താവ് തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, നിങ്ങൾ വീട് വെക്കാൻ ആഗ്രഹിക്കുമ്പോൾ വീട് വെക്കാൻ വകയുണ്ടോ എന്ന് നിങ്ങൾ ആദ്യം പരിശോധിക്കണമെന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞത്? നിങ്ങൾ സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ അതൊരു അവിശ്വാസത്തിന്റെ കാര്യമല്ല ഇവിടെ പറയുന്നത്, ബോൾഡ്നെസിന്റെ കാര്യമാണ്. നിങ്ങൾ എന്നെയാണ് പിൻപറ്റുന്നുള്ള ആ ഉറപ്പോടെ വേണം.
അല്ലാതെ നോക്കാം നടക്കുമായിരിക്കും, ഈ ഒരു സെൻസിലല്ല. നിങ്ങൾ യേശുവിനെ അനുഗമിക്കാനായിട്ട് ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ അവനിലുള്ള വിശ്വാസം, അവനിലുള്ള ആ ഉറപ്പ് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ധൈര്യമായിട്ട് നിൽക്കുന്നെങ്കിൽ മാത്രമേ എല്ലാ സാഹചര്യത്തിലും അവനെ അനുഗമിക്കാൻ സാധിക്കുള്ളൂ. യേശു തന്നെ പറഞ്ഞ ചില വാക്കുകൾ നമുക്ക് സുപരിചിതമായ വാക്കുകളാണെങ്കിലും ഹൃദയത്തെ ധൈര്യപ്പെടുത്തുവാൻ കർത്താവ് തന്നെ പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് നോക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 9:23. പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിപ്പിൻ. ഒരുത്തൻ ഇച്ഛിച്ചാൽ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. യേശു വ്യക്തമായിട്ട് പറയുകയാണ്, പുരുഷാരം തന്റെ പിന്നാലെ വരുമ്പോ പലവിധ ചിന്തകളുമായി, പലവിധ ആഗ്രഹങ്ങളുമായി ഒരു പുരുഷാരം യേശുവിന്റെ പിന്നാലെ വരുമ്പോ വാസ്തവമായും യേശുവിനെ അനുഗമിപ്പാൻ ആഗ്രഹമുള്ളവരോട് കർത്താവ് പറയുകയാണ്, ദോസ് ഹു വാണ്ട് ടു ഫോളോ മീ, എന്നെ പിൻപറ്റുവാൻ, ഞാൻ പോകുന്ന ഇടത്തേക്ക് നിങ്ങൾ എത്തുവാൻ നിങ്ങൾക്കൊരാഗ്രഹമുണ്ടെങ്കിൽ, എന്റെ പിന്നാലെ വരുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, കർത്താവ് ആർക്കും ഒരു മോഹന വാഗ്ദാനമല്ല കൊടുത്തിരിക്കുന്നത്. ആരെയും കർത്താവ് ഭ്രമിപ്പിച്ചിട്ടില്ല. സിമ്പിളായിട്ട് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ എന്നെ അനുഗമിപ്പാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളെ തന്നെ ത്യജിക്കണം. ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. മനുഷ്യർ ചിന്തിക്കുന്ന അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. ലൈക്ക് മീ എന്നുള്ള അർത്ഥത്തില ഞാൻ എന്നെ തന്നെ ത്യജിച്ചു മനുഷ്യനായി താഴേക്ക് വന്നു. രക്ഷയോടുള്ള ബന്ധത്തിൽ ഞാൻ ദൈവരൂപത്തിലിരുന്നവനാണ്. എനിക്ക് സ്ഥാനത്തിനും മാനത്തിനും ഒന്നും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. പക്ഷേ മനുഷ്യനെ രക്ഷിപ്പാനുള്ള ആ ദൈവിക ഉദ്ദേശത്തിന്റെ ഭാഗമായി ഞാൻ എൻ്റെ മഹത്വത്തെ ത്യജിച്ചിട്ട് താഴേക്ക് ഇറങ്ങി വന്ന് മനുഷ്യരൂപത്തിൽ വെളിപ്പെടാനിടയായെങ്കിൽ, ഇതാണ് ഈ താഴ്മ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാം മുറുകെ പിടിച്ചിരിക്കുന്ന നമ്മുടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും താല്പര്യങ്ങളും സംരക്ഷിച്ചുകൊണ്ടല്ല യേശുവിനെ അനുഗമിക്കുന്നത്. പലർക്കും പറ്റുന്ന പരാജയം എന്താണ്? കക്ഷത്തിലിരിക്കുന്നത് പോവുകയും ചെയ്യരുത്, ഉത്തരത്തിലിരിക്കുന്നത് എടുക്കുകയും വേണം. നടക്കത്തില്ല ക്രിസ്തീയ ജീവിതത്തിൽ. യേശുവിനെ അനുഗമിപ്പാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ വ്യക്തമായ ചില കാര്യങ്ങൾ ആ വചനത്തിനകത്ത് തന്നെ ഉണ്ട്. നാം മുറുകെ പിടിച്ചിരിക്കുന്ന നമ്മുടെ ഐഡിയാസും നമ്മുടെ താല്പര്യങ്ങളും സംരക്ഷിച്ചുകൊണ്ടല്ല യേശുവിനെ അനുഗമിക്കുന്നത്. അതാ യേശു വ്യക്തമായിട്ട് പറയുന്നത്. ആരെങ്കിലും എന്നെ അനുഗമിപ്പാൻ ഹൃദയത്തിൽ തീരുമാനമെടുത്താൽ, അങ്ങനെ മുമ്പോട്ടൊരു സ്റ്റെപ്പ് എടുത്ത് വെച്ചാൽ, അവന്റെ ആഗ്രഹങ്ങളെ, അവന്റെ താല്പര്യങ്ങളെ, അവന്റെ മനസ്സിലുള്ള ഇഷ്ടങ്ങളെ, അവന്റെ ഐഡിയകളെ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത്, അവിടെ തന്നെ കർത്താവ് പറയുന്നുണ്ട്, ഒരു ക്രൂശ് നിനക്കുണ്ട്. എന്നെ അനുഗമിപ്പാനാണ് ആ താല്പര്യമെങ്കിൽ ഒരു ക്രൂശ് നിനക്കുണ്ട്. അത് യേശുവിന്റെ ക്രൂശ് അല്ല കേട്ടോ, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. യേശുവിന്റെ ക്രൂശ് യേശുവിന് മാത്രമേ ഉള്ളതാ, യേശുവിന് മാത്രമേ ചുമക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഓരോരുത്തർക്കും കർത്താവ് തരുന്ന ക്രൂശ് എന്ന് പറയുന്നത് നമുക്കും ചുമക്കാൻ പറ്റുന്ന ക്രൂശേ തരത്തുള്ളൂ. ആമേൻ സ്തോത്രം. എവിടെങ്കിലും നമ്മൾ വീഴുമെന്നൊക്കെ തോന്നുമ്പോൾ ആമേൻ സ്തോത്രം, കർത്താവ് എന്തെങ്കിലുമൊക്കെ ഓൾട്ടർനേഷൻ അവിടെ വരുത്തി തരും. അതൊക്കെ ദൈവത്തിന് വിട്ടുകൊടുക്കുക. എന്നാൽ ഉറപ്പാ ഒരു കാര്യം, യേശുവിനെ അനുഗമിക്കുന്നുണ്ടോ ക്രൂശ് ക്യാരി ചെയ്യാതെ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. നാൾ തോറും, അതാണ് ഓൺ എ ഡെയിലി ബേസിസ്. അല്ലാതെ രക്ഷ പ്രാപിച്ചു ഇനിയിപ്പം കാര്യങ്ങളെല്ലാം സുഗമമായിട്ട് പൊക്കോളും, അങ്ങനല്ല. വളരെ സിസ്റ്റമാറ്റിക് ആണ് കർത്താവ് പറഞ്ഞ വഴികൾ. രണ്ടാമത്തെ എന്തിനാ ഈ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ക്രിസ്തുവിന്റെ പാതയെക്കുറിച്ച് നമുക്കൊരു നല്ല ദർശനം ഉള്ളിന്റെ ഉള്ളിൽ കിട്ടട്ടെ. ആ ഒരു വ്യക്തത നമ്മുടെ ഉള്ളിൽ ഒരു നല്ല പിക്ചർ പതിയട്ടെ. ആ പിക്ചറോടെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അപൂർവമായിട്ട് ഒന്നും സംഭവിക്കത്തില്ല. എന്തെങ്കിലും യാദൃച്ഛികമായിട്ട് സംഭവിക്കുന്നതായിട്ട് ആമേൻ സ്തോത്രം ഒരിക്കലും നമുക്കൊരു ചിന്ത ഉണ്ടാകില്ല. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 18-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 18-ാം വാക്യം. ലോകം നിങ്ങളെ പകയ്ക്കുന്നു എങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നു എന്ന് അറിവിൻ. കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ്, ലോകം നിങ്ങളെ വെറുക്കുന്നുണ്ടെങ്കിൽ, ലോകക്കാരൻ നിങ്ങളെ ദൂഷിക്കുന്നുണ്ടെങ്കിൽ, അനാവശ്യമായിട്ട് നിങ്ങൾക്ക് നേരെ ദൂഷണം പറയുന്നുണ്ടെങ്കിൽ,
നിങ്ങൾ നന്മ ചെയ്തിട്ടും നിങ്ങൾക്ക് നേരെ തിന്മയാണ് വരുന്നതെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, ആമേൻ സ്തോത്രം, ലോകം ഓൾറെഡി എന്നെ പകച്ചതുകൊണ്ട് നിങ്ങൾ എന്നെ അനുഗമിക്കുന്നവരാകൊണ്ട് നിങ്ങൾക്കും അതേ അനുഭവമാണ് ഉണ്ടാകാൻ പോകുന്നത്. ഒരു റെഡ് കാർപ്പറ്റ് വെൽക്കം അല്ല നമുക്ക് ലോകം തരാൻ പോകുന്നത്. യേശുവിനെ അനുഗമിപ്പാൻ തീരുമാനിച്ച് ഒരു ഭാഗത്ത് നമുക്ക് ദൈവത്തിന്റെ സമാധാനവും സന്തോഷവും പ്രത്യാശയും ഒക്കെ നമ്മുടെ ഉള്ളത്തെ സന്തോഷിപ്പിക്കുമ്പോൾ, ഇതിന് മറുവശമെന്ന് പറയുന്നത് ലോകം നമ്മെ പകയ്ക്കും വിതൗട്ട് എനി റീസൺ. അതിനൊരു കാരണം വേണ്ട. നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടല്ല ഈ ലോകം പകയ്ക്കുന്നത്. നാം യേശുവിനെ അനുഗമിക്കുന്നവരാകൊണ്ട്, അതല്ലേ പറഞ്ഞത്, കടന്നു പോകുന്ന മനുഷ്യര് യേശുവുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അവരും തലകുലുക്കിക്കൊണ്ടാ പോകുന്നു. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, യേശു ക്രൂശിൽ കിടക്കുമ്പോൾ അതിലെ കടന്നു പോകുന്ന വഴിയാത്രക്കാർ അവർക്ക് തലകുലുക്കേണ്ട ആവശ്യമല്ല. അവർക്ക് ഏതെങ്കിലും തരത്തിൽ യേശു, ഇപ്പം യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം വേണമെങ്കിൽ ആർഗ്യുമെന്റിന് പറയാം, അവനെ ഈ മോശയുടെ പ്രമാണത്തെ വയലേറ്റ് ചെയ്തു, അല്ലെങ്കിൽ ആർഗ്യുമെന്റിന്, അതൊന്നും അതിന്റെ ലീഗൽ വേ അല്ല, വേണമെങ്കിൽ അങ്ങനെയൊക്കെ പറയാം യഹൂദന്മാർ. എന്നാൽ വഴിയെ കടന്നു പോകുന്ന യവനക്കാരും അതിലെ പോകുന്ന യാത്രക്കാരും ഒക്കെ തലകുലുക്കേണ്ട ആവശ്യമുണ്ടോ യേശുവിനെ നോക്കി? ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, ക്രിസ്ത്യാനിയായിട്ട് യേശുവിനെ അനുഗമിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ ലോകം അവനെ വിവിധ രീതിയിൽ പകയ്ക്കും. അവന്റെ നാമം ഹേതുവായി നമ്മുടെ മേൽ അവന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കൊണ്ട് നാം അവന്റെ വഴികളിൽ നടക്കുന്നത് കൊണ്ട്, കർത്താവ് പറഞ്ഞല്ലോ, ഒന്നും മറച്ചു വെച്ചിട്ടില്ല. യേശു നമ്മളെ ഒരു മാസ്മരിക ലോകത്തിലേക്കല്ല കൊണ്ടുപോയത്. കർത്താവ് എന്താ പറഞ്ഞത്? എന്നെ പകച്ച ലോകം നിങ്ങളെയും പകയ്ക്കുമെന്ന് ഉറപ്പിച്ചുകൊള്ളുക എന്ന് പറഞ്ഞാൽ ഹൃദയത്തെ ആ രീതിയിൽ പരിശീലിപ്പിക്കുക, നിങ്ങളുടെ ജീവിതത്തെ അത്തരത്തിൽ ക്രമീകരിക്കുക. ആ ഒരു ബോൾനെസ്സോടെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ആര് നമ്മെ പകച്ചാലും ഞാനും നിങ്ങളെ ഇളകിപ്പോകത്തില്ല. കാരണം ഉറപ്പുള്ള പാറയാകുന്ന ക്രിസ്തുവിന്റെ മേലാണ് ഞാനും നിങ്ങളും നിൽക്കുന്നതെങ്കിൽ അതും ഇതും കേൾക്കുമ്പോൾ നമ്മൾ ഇളകിപ്പോകത്തില്ല. കർത്താവ് എന്താ പറഞ്ഞു? സങ്കീർത്തനം 125:1 എന്താ പറയുന്നത്? കർത്താവ് പറഞ്ഞു, അവൻ കർത്താവിൽ ആശ്രയിക്കുന്നവൻ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ. അവനെ ചലിപ്പിക്കുവാൻ, അവനെ ഇളക്കുവാൻ ആരെല്ലാം പകച്ചാലും എന്തെല്ലാം ദോഷം നിരൂപിച്ചാലും ആ അടിസ്ഥാനം എന്ന് പറയുന്ന ഇളകാത്ത അടിസ്ഥാനത്തിന്റെ മേലാണ്. ആ ഒരു അടിസ്ഥാനം നമുക്ക് ലഭിച്ചെങ്കിൽ മാത്രമേ ആദ്യം ഇതും കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് ആശങ്കപ്പെട്ടു പോകാതെ നമുക്ക് സന്തോഷത്തോടെ ദൈവം നമുക്ക് തരുന്ന ക്രൂശ് വഹിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 16:33 വായിച്ചോട്ടെ. ജോൺ സമാധാനം ഉണ്ടാവേണ്ടതിന് നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാവേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. കർത്താവ് തന്നെ അനുഗമിക്കുന്ന ശിഷ്യന്മാരോട് പറയുകയാണ്, ഈ പറയുന്ന വാക്യം എന്തിനു വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നതെന്ന് ആദ്യം തന്നെ പറയുക. നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന്, ക്രിസ്തുവിന്റെ സമാധാനം നമുക്ക് ഉണ്ടാകേണ്ടതിന് കർത്താവ് പറയാ, ലോകത്തിൽ നിങ്ങൾ എഴുതി വെച്ചു നിങ്ങൾക്ക് കഷ്ടമുണ്ട്. അത് വിവിധ രീതിയിലാണ് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് വരുന്നത്. ആത്മീക മേഖലകളിൽ, ഭൗതിക മേഖലകളിലൊക്കെ നമുക്ക് കഷ്ടമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അതിനൊരു റീസൺ നമ്മൾ നോക്കണ്ട. നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും തരത്തിൽ ദോഷം ചെയ്തതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടൊന്നും അല്ല ഇത് വരുന്നത്. കർത്താവ് പറഞ്ഞ ലോകം നിങ്ങളെ ഞെരുക്കും. കാരണം നിങ്ങളെ ഞാൻ ലോകക്കാരായിരിക്കാതെ ലോകത്തിൽ നിന്നും എനിക്ക് വേണ്ടി വേർതിരിച്ചു. നിങ്ങൾ എൻ്റെ സ്വത്തായിരിക്കേണ്ടതിന്, നിങ്ങൾ എൻ്റെ സ്വന്തമായിരിക്കേണ്ടതിന്, എനിക്ക് പ്രിയരായിരിക്കേണ്ടതിന്, എൻ്റെ കൂടെ ഞാൻ വസിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നത് കൊണ്ട്. ദൈവമക്കളെ, ഇതാണ് കാഴ്ചപ്പാടെന്ന് പറയുന്നത്. നാം ഈ ഭൂമിയിൽ നിത്യകാലം വാഴാനുള്ളവരല്ല. ഒരു നിത്യത നമുക്ക് അവന്റെ കൂടെ വാഴേണ്ടതാകൊണ്ട് ഇന്ന് നാം ഈ ലോകത്തിൽ കഷ്ടങ്ങളും വേദനകളും അനുഭവിക്കുമ്പോഴും, ആമേൻ സ്തോത്രം, നമ്മുടെ ഉള്ളിലുള്ള ദർശനം എന്താണ്? ഏറിയാൽ 70 അല്ലെങ്കിൽ 80, അതിന്റെ പ്രതാപം കഷ്ടതയും വേദനയും ദുഃഖവും അത് വേഗം കഴിഞ്ഞു പോകും, ഞാനും നിങ്ങളും പ്രാക്കൾ കണക്കെ പറന്നു പോകും. ഈ ഒരു ദർശനത്തോടെ ഒരു വ്യക്തി ജീവിക്കുമ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന്റെ സ്നേഹമല്ല അവന് വിഷയം. നിത്യത ആമേൻ ഒരുക്കിയിരിക്കുന്ന യേശുവിനോടുകൂടെ വാഴുവാൻ
ഒരു ദർശനം ഉള്ളിൽ കിട്ടിയ ദൈവത്തിന്റെ പൈതലിന് ഈ ലോകത്തിൽ കടന്നു വരുന്ന ഏത് പ്രയാസകരമായ അവസ്ഥയും അനുഗ്രഹത്തോടെ നേരിടുവാൻ അവന് കഴിയും. അല്ലേ? കർത്താവ് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ടെന്നാ പറഞ്ഞു. എന്നാൽ അധൈര്യപ്പെടുത്താനല്ലത് പറഞ്ഞു. എങ്കിലും ഒരു കാര്യം ഉറപ്പിച്ചു കൊള്ളുക, ലോകത്തെ ഞാൻ ജയിച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. കഷ്ടം ഇല്ലെന്നല്ല പറഞ്ഞ്, കഷ്ടം ഉണ്ടാകുകയല്ലെന്നല്ല പറഞ്ഞത്, കഷ്ടം ഉണ്ടെന്നാ പറഞ്ഞത്. ബട്ട് ആ കഷ്ടം നിങ്ങളെ ഒരിക്കലും തളർത്താൻ ഇടയാകത്തില്ല. എന്ന് പറഞ്ഞാൽ യു വിൽ ബി വിക്ടോറിയസ്. കാരണം ഞാൻ ലോകത്തെ ജയിച്ചത് കൊണ്ട് നിങ്ങൾക്കും ലോകത്തെ, യേശു ജയിക്കാത്ത ഒരു കാര്യം നമ്മളോട് പറഞ്ഞിട്ടില്ല. യേശു എവിടെയൊക്കെ ജയം എടുത്തിട്ടുണ്ടോ എനിക്കും നിങ്ങൾക്കും ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്താൽ ജയമുണ്ടെന്നാണ് വ്യക്തമാക്കുന്നത്. യോഹന്നാൻ അതിനെ എന്താ പറയുന്നത് നോക്കുക. യോഹന്നാൻ എഴുതിയ ലേഖനത്തിലേക്ക് ഒന്ന് വന്നാട്ട്, 5-ാം അധ്യായം, 1 യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം, അതിന്റെ 5-ാം അധ്യായം 4-ാം വാക്യം ഒന്ന് വായിച്ചോട്ടെ. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു, ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. യോഹന്നാൻ വ്യക്തമാക്കുകയാണ് ഇവിടെ, ദൈവത്തിൽ നിന്ന് ജനിച്ച എന്ന് പറഞ്ഞാൽ വീണ്ടും ജനിച്ച, അവനിൽ ദൈവത്തിന്റെ വിത്ത് വസിക്കുന്നു, അവരാണ് ലോകത്തെ ജയിക്കുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും ജനിച്ചത് തന്നെ ലോകത്തെ ജയിക്കാനാണ്. ലോകക്കാരന് അത് സാധിക്കത്തില്ല. കാരണം അവനിൽ വീണ്ടും ജനനം നടക്കാത്തത് കൊണ്ട് അവന് ലോകത്തെ ജയിക്കാൻ പറ്റത്തില്ല. അവൻ എന്ത് ചെയ്യും? ലോകത്തോട് കോംപ്രമൈസ് ചെയ്യും. എന്തുകൊണ്ടാണ് നമുക്ക് ഈ ലോകത്തിൽ കഷ്ടം? പല കാര്യങ്ങളോടും നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം ലോകം എന്ന് പറയുന്ന ആ ഈവിൾ സിസ്റ്റം അവൻ എന്നെയും നിങ്ങളെയും അനാത്മീകരാക്കാനാണ് ശ്രമിക്കുന്നത്. അധർമ്മത്തിനും അനീതിക്കുമാണ് ഈ ലോകം കൂട്ടുനിൽക്കുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഉള്ളിൽ ദൈവവചനം പ്രകാശിച്ചിരിക്കുന്നത് കൊണ്ട്, അവനെ പരിശുദ്ധാത്മാവ് നടത്തുന്നത് കൊണ്ട് ലോകത്തിന്റെ തിന്മയ്ക്ക് അവന് കൂട്ടാളിയാകാനോ പങ്കാളിയാകാനോ സാധ്യമല്ല. ലോകം അവന് കൊടുക്കുന്ന എളുപ്പ മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുവാൻ, അത് ധനസമ്പാദനത്തിന്റെ വഴിയായാലും, അത് ജീവിതത്തെ കൂടുതൽ സുഖകരമാക്കാനുള്ള ലോകത്തിന്റെ വഴിയാണെങ്കിലും, സ്തോത്രം, അവിടെ എല്ലാം അവൻ കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. എന്നാൽ ഒരു വ്യക്തി യേശുവിനെ അനുഗമിക്കുമ്പോൾ അവൻ കോംപ്രമൈസ് ചെയ്യാതെ ദൈവവചനത്തിൽ നിലനിന്നുകൊണ്ട് ദൈവഭയത്തോടെ ജീവിക്കുമ്പോൾ, ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, സ്തോത്രം, കമ്മീഷൻ അടിച്ച് അല്ലെങ്കിൽ ഒരു കമ്പനിക്കകത്ത് 10 പേര് ജോലി ചെയ്യുന്നു, 9 പേരും അവിടെ ആ കമ്പനിയെ ലൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. 10ാമനായിട്ട് നിൽക്കുന്ന ഒരാൾ വീണ്ടും ജനിച്ചവനാണെങ്കിൽ ആ 9 പേര് ഇവനെ പുകച്ചു ചാടിക്കും പുറത്ത്. കാരണം ഇവൻ അവർക്ക് കണ്ണിൽ കരടാണ്. അവൻ ഒരിക്കലും ആ 9 പേരുടെ കൂട്ടത്തിൽ കൂട്ടാളിയാകാൻ പറ്റത്തില്ല. കാരണം അവൻ യേശുവിനെ അനുഗമിക്കുന്നവനാണ്. നിങ്ങൾ പറ, അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണ് അവൻ പുറത്തു പോകാൻ പോകുന്നത്? അവൻ നീതിയുള്ള ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് അനീതി പ്രവർത്തിക്കുന്നവർ അവനെതിരെ നിന്നുകൊണ്ട് അവന്റെ നന്മയെ പോലും നഷ്ടപ്പെടുത്താം. എന്നാൽ ഇതിന്റെ മറുവശം ഒന്ന് ചിന്തിച്ചാട്ട്, അവൻ ഇവരുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് അങ്ങ് നിന്നേ, എന്തെങ്കിലും കഷ്ടം അവനുണ്ടാവൂ? മറിച്ച് കുറച്ച് ബെനഫിറ്റും കൂടെ അവന് ലഭിക്കാനിടയാകും. അവർക്ക് കിട്ടുന്ന പാപത്തിന്റെ അംശത്തിൽ നിന്ന് കുറച്ച് അവനും കൂടെ ലഭിച്ചാൽ അവനും ഈ പറഞ്ഞ പോലെ ജീവിതം കുറച്ചുകൂടെ ആസ്വാദ്യകരമാക്കാൻ സാധിക്കും. ദൈവത്തിന്റെ മക്കളെ, അങ്ങനെയല്ല ഒരു വിശ്വാസിക്ക് ദൈവം കൊടുത്തിരിക്കുന്ന അവന്റെ പാത എന്ന് പറയുന്നത്. കഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് വരുന്നത്? നീതിക്ക് വേണ്ടി നിൽക്കുന്നത് കൊണ്ടാണ്, ന്യായത്തിന് വേണ്ടി നിൽക്കുന്നത് കൊണ്ടാണ്, വചനത്തിന്റെ വ്യവസ്ഥയ്ക്ക് വേണ്ടി നിൽക്കുന്നത് കൊണ്ടാണ്. കാരണം കർത്താവ് കാണിച്ചെന്ന പാത എന്ന് പറയുന്നത് നീതിയുടെ പാതയാണ്. അപ്പോൾ മുന്നോട്ട് നമ്മൾ ചിന്തിച്ചാൽ ഒരു വാക്യം കൂടെ വായിക്കുക. ഈ പരിശീലിപ്പിച്ചതും നമ്മുടെ ജീവിതത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനങ്ങളും ഒക്കെ എത്ര ഉറപ്പ് നമുക്ക് തരുന്നുണ്ടെന്ന് അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിൽ അപ്പോസ്തല പ്രവൃത്തി 21-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ അത് വായിച്ചാൽ. അവൻ ഞങ്ങളുടെ അടുക്കൽ വന്നു പൗലോസിന്റെ അരക്കച്ച എടുത്തു തന്റെ കൈകളെ കെട്ടി, ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ യഹൂദന്മാർ യെരൂശലേമിൽ ഇങ്ങനെ കെട്ടി ജാതിയുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ടാറെ യെരൂശലേമിൽ പോകരുത് എന്ന് ഞങ്ങളും അവിടുത്തുകാരും അവനോട് അപേക്ഷിച്ചു. ഇതിന്റെ പശ്ചാത്തലം ഒന്നൊക്കെ ശ്രദ്ധിക്കുക.
ഇവിടെ ഒരു പ്രവചന ആത്മാവിൽ ഒരു പ്രവചനം ഉണ്ടാവുകയാണ്. കർത്താവിന്റെ ദാസനായ പൗലോസിന്റെ തന്റെ ജീവിതത്തിൽ വരാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഒരു പ്രവചനം ഇവിടെ ഉണ്ടാവുകയാണ്. തന്റെ ദാസനെ യെരുശലേമിൽ ഉപദ്രവിക്കും, അവനെ ബന്ധിക്കാനിടയാകും, അവൻ പീഡനം നേരിടേണ്ടതായി വരും. ഈ വെളിപ്പാട് കേട്ട ഉടനെ അവിടെ ഉണ്ടായിരുന്ന ജനം ദൈവത്തെ സ്തുതിച്ചിട്ട് പറയുന്നത് എന്താണെന്നറിയാം? ദൈവം ഓൾറെഡി നമുക്കിതാ വെളിപ്പെടുത്തി തന്നു. നോക്കുക, ഒരേ കാര്യത്തെ അവിടെ ഇരുന്ന ജനവും പൗലോസും എങ്ങനെയാണ് കാര്യങ്ങളെ ഡിസൈൻ ചെയ്തതെന്ന് നോക്കുക. അവിടെ ഇരുന്ന ജനം പറയുകയാണ്, ദൈവം വെളിപ്പെടുത്തി തന്നു, നീ അങ്ങോട്ട് പോകരുത്. നീ പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ പ്രവചനം ഇപ്പോൾ വന്നിരിക്കുന്നത്. പൗലോസ് പറയുകയാണ്, ഞാൻ അവിടെ തന്നെ പോകണമെന്നുള്ളത് ദൈവം എന്നോട് പറഞ്ഞിരിക്കുന്നത്. അവിടെ എന്നതായി എനിക്ക് വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് നല്ല വ്യക്തതയുണ്ട്. അവിടെ എനിക്ക് ഒരുക്കിയിരിക്കുന്നത് പട്ടുമത്തെ അല്ല എന്നും അവിടെ എനിക്ക് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകുമെന്നും ദൈവം എനിക്ക് പരിശുദ്ധാത്മാവിൽ ഒരു വ്യക്തത ഓൾറെഡി തന്നിട്ടുണ്ട്. ഞാനൊരു ഭീരുവിനെ പോലെ ഒഴിഞ്ഞു പോകാനല്ല സ്വർഗത്തിലെ ദൈവം എന്നെ യെരുശലേമിലേക്ക് അയക്കുന്നത്. അതിന്റെ പിന്നിൽ ഒരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് മീറ്റ് ചെയ്യേണ്ടതിന് അതിനെ ബന്ധിക്കപ്പെടാൻ ലാസ്റ്റ് വാക്യം ഒന്ന് വായിച്ചോട്ടെ, അതിന്റെ 13-ാം വാക്യം. അതിനെ പൗലോസ്, നിങ്ങൾ കരഞ്ഞ് എന്റെ ഹൃദയം ഇങ്ങനെ തകർക്കുന്നത് എന്ത്? കർത്താവായ യേശുവിന്റെ നാമത്തിനു വേണ്ടി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല യെരുശലേമിൽ മരിപ്പാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പൗലോസ് തന്റെ ജീവിതത്തെ പാകപ്പെടുത്തിയ രീതി കണ്ടു. നിങ്ങൾ എന്താ ഈ പറയുന്ന ബന്ധിക്കപ്പെടുകയോ? ഐ ആം റെഡി ടു ഡൈ എന്നുള്ള തീരുമാനത്തിൽ ഒരു വ്യക്തി നിൽക്കുക കർത്താവിന് വേണ്ടി. ദൈവമക്കളോട് പറയട്ടെ, എന്താ അവനോടനെ മരിച്ചോടെ ചെന്നിട്ട് പറഞ്ഞതിന്റെ അർത്ഥം, ആ ഒരു രീതിയിലേക്ക് തന്റെ ജീവിതത്തെ പാകപ്പെടുത്തി തന്റെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ അവനൊരു ഭീഷണി മുന്നിൽ വന്നാലോ അല്ലെങ്കിൽ ഒരു കഷ്ടം തനിക്ക് മുമ്പിലുണ്ടെന്ന് പറഞ്ഞാലോ അത് കേട്ടവർക്ക് പ്രയാസം തോന്നിയെന്നല്ലാതെ, പൗലോസോടെ നിങ്ങൾ കരഞ്ഞ് എന്റെ മനസ്സിനെ എന്തിനാ കലക്കുന്നേ? ഞാൻ ഓൾറെഡി പ്രിപ്പയർഡ് ആണ്. എനിക്ക് യെരുശലേമിൽ പോകണം. അതൊരു ദൈവിക പർപ്പസിന്റെ ഭാഗമായിട്ട് ഞാൻ പോകുന്നു. അവിടെ ദൈവത്തിന് ചെയ്തെടുക്കാനുള്ള ചില കാര്യങ്ങളുണ്ട്. ബന്ധിക്കപ്പെടുമെന്ന് പേടിച്ച് എന്നെ പോലൊരുവൻ, ആമേൻ സ്തോത്രം, അത് ദൈവം വെളിപ്പെടുത്തി തന്നതാണെന്ന് പറഞ്ഞ് ഒഴിവ് വരുത്താനല്ല പൗലോസ് ശ്രമിച്ചു. ഇതാണ് ആ ദർശനത്തിന്റെ വ്യക്തത എന്ന് പറയുന്നത്. താൻ തന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന ബന്ധനമാകട്ടെ ഉപദ്രവങ്ങളാകട്ടെ അതൊന്നും, തനിക്കൊരു കാര്യം അറിയായിരുന്നു, താൻ വണ്ടിച്ചേക്ക് കൊടുത്തിട്ടല്ല തനിക്ക് ഉപദ്രവം വരാൻ പോകുന്നത്, അല്ലെങ്കിൽ താൻ മറ്റൊരാളെ ഉപദ്രവിച്ചിട്ടല്ല തന്റെ ജീവിതത്തിൽ കഷ്ടം വരാൻ പോകുന്നത്. ക്രിസ്തുവിന്റെ നാമം പേറി ഞാൻ പോകുന്നത് കൊണ്ട് എന്താ അതിൽ നിന്ന് അർത്ഥമാക്കുക? ക്രിസ്തുവിന്റെ നാമവും പേറിയാണ് ഞാനും നിങ്ങളും മുന്നോട്ട് സഞ്ചരിക്കുന്നതെങ്കിൽ അവിടെ ഇവിടെയൊക്കെ കഷ്ടങ്ങൾ ഉണ്ടെന്ന് കൂട്ടിക്കൂ. അത് ഭവനത്തിനകത്തായിരിക്കാം, അത് ബന്ധുക്കളുടെ ഇടയിലായിരിക്കാം, അത് നാമുമായിട്ട് കണ്ടുമുട്ടുന്ന അയൽവാസികളുടെ ഇടയിലായിരിക്കാം. ഇതെല്ലാം ഇതിനകത്തുണ്ടെന്ന് കൂട്ടിക്കൊള്ളുക. അവന്റെ നാമമാണ് നാം പേറുന്നതെങ്കിൽ, അവന്റെ വഴിയിലാണ് നടക്കാൻ ഞാനും നിങ്ങളും തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്നതെങ്കിൽ, ആ നിശ്ചയമാണ് നമ്മെ ഭരിക്കുന്നതെങ്കിൽ, കഷ്ടം അവിടെ ഉണ്ട്, അവിടെ വേദന അവിടെ ഉണ്ട്. അതൊന്നും എന്നെയും നിങ്ങളെയും തളർത്താനോ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ ക്ഷീണിപ്പിക്കാനോ ഒരിക്കലും സാധ്യമല്ല. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഇന്നത്തെ ശുശ്രൂഷകർ എളുപ്പത്തിൽ വരച്ച് കാട്ടുന്ന, വാരിക്കോരി തരുന്ന ഒരു യേശുവല്ല ദൈവവചനത്തിലെ ദൈവപുത്രനായി വെളിപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു. ഇന്നത്തെ ശുശ്രൂഷകര് ഒരു ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നുണ്ട്, വാരിക്കോരി എന്തും തരുന്ന ഒരു യേശു. അത് യേശുവിനെ അനുഗമിക്കുന്നവരുടെ കൂട്ടമല്ല. യേശുവിനെ അനുഗമിക്കുന്നവരുടെ കൂട്ടത്തിൽ വാരിക്കോരി കൊടുക്കുന്ന, ഞാൻ ഇത്രയും സമയം കർത്താവ് തന്നെ പറഞ്ഞ വചനത്തിൽ വാരിക്കോരി കൊടുക്കുന്ന വല്ല കാര്യത്തെ കുറിച്ച് പറഞ്ഞു. യേശുവിനെ അനുഗമിക്കുന്നവർക്കുള്ള പാത കർത്താവ് പറഞ്ഞിരിക്കുന്ന, നിങ്ങൾക്ക് ഇട്ടിരിക്കുന്ന പാത ഏതാ? അത് ആമേൻ ആരംഭത്തിൽ തന്നെ കർത്താവ് പറഞ്ഞു, ഇടുക്ക് വാതിലാണ്, ഞെരുക്കമുള്ള വഴിയാണ്, അതിലെ പോകുന്നവർ ചുരുക്കമാണ്, അത് കണ്ടെത്തുന്നവരും ചുരുക്കമാണ്, അതിന്റെ അവസാനം നിത്യജീവനാണ്. ഇത്ര അങ്ങ് മനസ്സിനെ ഉറപ്പിച്ചാൽ മതി. ഇത് ഇടുക്ക് വാതിലാണ്, ഇടുക്ക് വാതിലകത്തൂടെ കടന്ന് ഇനി രക്ഷപ്പെട്ടെന്നങ്ങ് ചിന്തിച്ചു പോകണ്ട. വഴിക്ക് ഞെരുക്കമുണ്ട്, ആമേൻ സ്തോത്രം.
അതിലെ പോകാൻ ഇഷ്ടപ്പെടുന്നവരും കുറച്ചാണ്. കാരണം എല്ലാവർക്കും എന്താ വേണ്ടത്? വിശാലതയാണ് വേണ്ടത്. ഇന്ന് വിശാലത കൊടുക്കുന്ന ഒരു യേശുവിനെ എല്ലാവരും പ്രസന്റ് ചെയ്യുന്നു. എന്നാൽ യഥാർത്ഥ ക്രിസ്തു ദൈവമായിരുന്നവൻ ഭൂമിയിൽ വന്ന് മനുഷ്യർക്ക് വേണ്ടി യാഗമായി തീർന്ന ദൈവപുത്രൻ, അവൻ പറഞ്ഞിരിക്കുന്ന പാത ഞെരുക്കത്തിന്റെ വഴിയെന്നാണ്. അതിലെ പോകാൻ ഇഷ്ടപ്പെടുന്നവരും പോകുന്നവരും ചുരുക്കമാണെന്നും അതിന്റെ അവസാനം നിത്യജീവനാണെന്നും. അപ്പോൾ യേശുവിന്റെ ബൈബിളിലെ യേശുവിന് പ്രസംഗവും ശുശ്രൂഷയും മാത്രമല്ല, പച്ചയായ ഒരു മാതൃകാ ജീവിതവും ഉണ്ടായിരുന്നു. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. കർത്താവായ യേശു ക്രിസ്തുവിന് പ്രസംഗം ഉണ്ടായിരുന്നു, ശുശ്രൂഷ ഉണ്ടായിരുന്നു, അതോടൊപ്പം മാതൃകയുള്ള ഒരു സാക്ഷ്യ ജീവിതം ഉണ്ടായിരുന്നു. ആർക്കും അവന് നേരെ വിരലി ചൂണ്ടാൻ അവനായിട്ടൊരവസരം കൊടുത്തിരുന്നില്ല. കർത്താവിന് നിങ്ങളിൽ എന്നെ പാപത്തെ കുറിച്ചൊരു ബോധം വരുത്താൻ സാധിക്കും? അത്രയ്ക്ക് ബോൾഡായിട്ട് കർത്താവ് എന്തുകൊണ്ടാണ് നിന്നത്? ഒറ്റ കാര്യം കൊണ്ടാണ്. അത് മറ്റൊന്നുമല്ല, താൻ പ്രസംഗിക്കുക മാത്രമല്ല, ശുശ്രൂഷിക്കുക മാത്രമല്ല, ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കി മാതൃകാപരമായി ജീവിക്കാനിടയായി. അതാണ് അവൻ ശ്രേഷ്ഠത എന്ന് പറയുന്നത്. പ്രസംഗവും ശുശ്രൂഷയും മാത്രമല്ല, ജീവിതവും അക്കോർഡിംഗ്ലി ആയിരുന്നു. സ്തോത്രം. വായിച്ചാട്ട് യോഹന്നാന്റെ സുവിശേഷം 13:15. ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു. കർത്താവും ഗുരുവുമെന്ന് വിളിക്കുന്ന യേശു തന്റെ ശിഷ്യന്മാരെ ശുശ്രൂഷിച്ചുകൊണ്ട് അവരുടെ കാലുകളെ കഴുകിക്കൊണ്ട് യേശു ഒരു മാതൃക വെച്ചു. കാല് പിടിച്ച് കഴുകുക എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. സ്തോത്രം. ഇവിടെ വലിയവനും ചെറിയവനും വാസ്തവത്തിൽ ആരാ? നമ്മളൊന്ന് ചിന്തിച്ചാൽ യേശു എത്രയോ വലിയവനാണ്. അവൻ ഈ ചെറിയവരായ മനുഷ്യരുടെ കാല് കഴുകി. നോക്കുക, ഇത് പ്രസംഗിക്കുക മാത്രമല്ല, ഇന്ന് പ്രാസംഗികർക്ക് ഒരു കുറവുമില്ല. ആടിച്ച് കലക്കി പ്രസംഗിക്കും. പ്രസംഗത്തെക്കാൾ ഉപരി സ്തോത്രം, ആ പ്രസംഗത്തിന്റെ സന്ദേശം എന്താണോ അത് തൻ്റെ ജീവിതത്തിലൂടെ, ഹു ഈസ് ഹി? സൺ ഓഫ് ഗോഡ്. അതാ ചിന്തിക്കണ്ടേ. കർത്താവായി യേശു ക്രിസ്തു ഇതിന്റെ ഒന്നും ആവശ്യം അവനില്ല. അവൻ കാലിന്മേ കാല് കയറ്റി വെച്ചിരിക്കാൻ യോഗ്യനാണ്. കാരണം അവൻ അതിന് അധികാരമുണ്ട്. അതെല്ലാം ഉണ്ടായിരുന്നിട്ടും തന്നെ അനുഗമിക്കുന്നവർ എങ്ങനെ ആയിരിക്കണമെന്ന് യേശുവിനൊരു നിർബന്ധം ഉണ്ടായിരുന്നു. തന്നെ പിൻപറ്റുന്ന ഒരു സമൂഹം തനിക്ക് ശേഷം ഭൂമിയിൽ ഉണ്ടാകുമെന്നും അവരെപ്രകാരം എന്ന് പറഞ്ഞാൽ യേശുവിന്റെ പേരും പറഞ്ഞ് ആരും അഡ്വാൻറ്റേജ് എടുക്കാൻ യേശു ആഗ്രഹിച്ചില്ല. യേശു അങ്ങനെ ചെയ്തല്ലോ, യേശു ഇങ്ങനെ ചെയ്തല്ലോ. ഈവൻ നമ്മളൊന്ന് നോക്കുക, ദൈവാലയ നികുതി കൊടുക്കുന്ന വിഷയത്തിൽ പോലും കർത്താവ് പറയുന്നത് എന്താ? നാളെ ഇതിന്റെ പേരിൽ ആരും മേനി കൊള്ളാതിരിക്കേണ്ടതിന് കർത്താവ് പറഞ്ഞ എന്താണ്? പുത്രന്മാർ ഇതിൽ നിന്നൊക്കെ ഒഴിവുള്ളവരാണ്. കാരണം എൻ്റെ അപ്പന്റെ ആലയത്തിലെ ദൈവാലയ നികുതിയിൽ നിന്ന് ഞാൻ ഒഴിവുള്ളവനാണ്. ബട്ട് എന്താ കർത്താവ് പറയുന്നത്? ശ്രദ്ധിച്ചാട്ടെ, മത്തായി സുവിശേഷത്തിലേക്കൊന്ന് വന്നാട്ടെ. കിട്ടുന്നവരെടുത്ത് വായിച്ചോളൂ കേട്ടോ. ഞാൻ പെട്ടെന്ന് കിട്ടിയ ഒരു വചനമായതുകൊണ്ടാണ്. ശർദ്ദദ്രഹ്മപ്പണം മത്സ്യത്തിന്റെ വായിൽ നിന്ന് . 17-ാം അധ്യായം മത്തായി സുവിശേഷം, അതിന്റെ 25 മുതലുള്ള വാക്യങ്ങൾ. അവൻ വീട്ടിൽ വന്നപ്പോൾ യേശു അവനോട്, ശിമോനെ, നിനക്ക് എന്തു തോന്നുന്നു? ഭൂമിയിലെ രാജാക്കന്മാർ ചുങ്കമോ കരമോ ആരോട് വാങ്ങുന്നു? പുത്രന്മാരോടോ അന്യരോടോ എന്ന് മുന്നിട്ട് ചോദിച്ചതിന് അന്യരോട് എന്ന് അവൻ പറഞ്ഞു. യേശു അവനോട്, എന്നാൽ പുത്രന്മാർ ഒഴിവുള്ളവരല്ലോ.
എങ്കിലും നാം അവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് നീ കടലിലേക്ക് ചെന്ന് ചൂണ്ടലിട്ട് ആദ്യം കിട്ടുന്ന കർത്താവ് പറയാണ് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് എന്ന് പറയുമ്പോൾ എന്നെ അനുഗമിക്കുന്ന ഒരു സ്തോത്രം തലമുറ ഇനിയും വരുമ്പോൾ അവർ ഇതിന്റെ പേരിൽ എന്ത് ചെയ്യരുത്, ഒരു അഡ്വാൻറ്റേജ് എടുക്കരുത്. യേശുവിന്റെ നിർബന്ധം നോക്കുക. ഈ വക കാര്യത്തിൽ പോലും യേശു വളരെ ശ്രദ്ധാലുവായിരുന്നു. ദൈവത്തിന് കൊടുക്കുന്ന വിഷയത്തിൽ ലീനിയൻസി അവിടെ വെക്കരുത്. കർത്താവിന് നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പത്രോസിനോട് പറഞ്ഞ നിനക്ക് എനിക്കും ഉള്ളത് 2 ദ്രഹ്മപ്പണമാണ്, ദ്വിദ്രഹ്മപ്പണമാണ് ഒരാൾ കൊടുക്കേണ്ടത്. ഇവർക്ക് 2 പേർക്കുള്ള ചതുർദ്രഹ്മപ്പണം. അതാണ് മത്സ്യത്തിന്റെ വായിൽ നിന്ന് കിട്ടാനിടയിൽ. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം താൻ പ്രസംഗിക്കുക മാത്രമല്ല ചെയ്തത്, തന്റെ ജീവിതത്തിൽ ആ പറഞ്ഞ പ്രസംഗം ഇംപ്ലിമെന്റ് ചെയ്യാനിടയായി, മാതൃകയാക്കാൻ യേശുവിനിടയായി. യേശു മറ്റുള്ളവരെ നിങ്ങളെക്കാൾ ശ്രേഷ്ഠരെന്ന് എണ്ണണമെന്ന് പഠിപ്പിച്ചിട്ട് ശിഷ്യന്മാരുടെ കാല് കഴുകിക്കൊണ്ടാണ് ആ ശ്രേഷ്ഠത വെളിപ്പെടുത്തിയത്. അതിന്റെ ആ ഒരു കണക്ക് വെച്ച് നോക്കിയാൽ യേശു എവിടെ നിൽക്കുന്നു, ഈ ശിഷ്യന്മാർ എവിടെ നിൽക്കുന്നു? ഇതേ കാര്യമാണ് സ്നാനത്തിന്റെ വിഷയത്തിൽ. യേശു സ്നാനപ്പെടാൻ പോയി സ്നാപകന്റെ കൈക്കീഴിൽ നിൽക്കുമ്പോൾ സ്നാപകൻ ചോദിക്കുന്നുണ്ട്, എനിക്ക് നിന്നാൽ സ്നാനമേൽക്കേണ്ട ഇടത്ത് നീ എൻ്റെ അടുക്കൽ വരുന്നുവോ? നോക്കുക, അതിന്റെ ആ അതോറിറ്റി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ യേശുവിന് അവിടെ സ്നാനത്തിന്റെ ആവശ്യമില്ല. പക്ഷേ യേശു എന്താണ്? ഒരു മാതൃക, ദൈവ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു മാതൃക. ദൈവപുത്രനായി കടന്നു വന്ന ഞാനൊരു മാതൃക വെക്കുകയാണ്. സ്നാനത്തിന്റെ മാതൃക എന്നുള്ള അർത്ഥത്തിലല്ല, ദൈവ ഇഷ്ടം ചെയ്യാനുള്ള ഒരു മാതൃക. അത് ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടാണ്. യേശുവിന്റെ ആ സ്ഥാനത്ത് നമ്മൾ വല്ലതുമായിരുന്നെങ്കിലോ, സ്നാപയോഹന്നാനെ രൂക്ഷമായിട്ടൊന്ന് നോക്കിയേനെ. നീ ആരാണെന്നുള്ള രീതിയിൽ. കാരണം താൻ ആരാണെന്ന് തനിക്കറിയാം, യോഹന്നാൻ ആരാണെന്ന് യോഹന്നാനും അറിയാം. പക്ഷെ യേശു തന്റെ ആ ദൈവിക ഭാവത്തെ മാറ്റിവെച്ച് താൻ ഭൂമിയിലേക്ക് വന്നപ്പോൾ ഇക്വാലിറ്റി വിത്ത് ഗോഡ് എന്നുള്ള ആ ഭാവത്തെ മാറ്റി അതിനെ ത്യജിച്ചിട്ടാണ് താൻ ഭൂമിയിലേക്ക് വന്നത്, ടു ഡു ദ വിൽ ഓഫ് ഗോഡ്. അപ്പോൾ ദൈവ ഇഷ്ടത്തിന് താൻ ജീവിതത്തിൽ പ്രാധാന്യം കൊടുത്തപ്പോൾ തനിക്ക് താഴുന്നതിന് ഒരു മടിയും വന്നില്ല. ആർക്കെങ്കിലും അല്പം താഴാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്താ അർത്ഥമാക്കുന്നത്? യു ഡോണ്ട് വാണ്ട് ടു ഡു ദ വിൽ ഓഫ് ഗോഡ്. ദൈവപുത്രന് തന്നെ താഴ്ത്താൻ കഴിഞ്ഞുവെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് എത്രയധികമായി കഴിയണം? യേശു മാതൃക വെച്ചതാണ് ടു ഡു ദ വിൽ ഓഫ് ഗോഡ്. എൻ്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യേണ്ടതിന് ഞാൻ എന്നെ തന്നെ താഴ്ത്തിയെങ്കിൽ അതിന്റെ രണ്ടാമത്തെ എക്സാമ്പിൾ ആണ് ഈ കാല് കഴുകുന്നത്. കർത്താവ് എന്താ പറഞ്ഞേ? നിങ്ങളിൽ വലിയവൻ എന്നുള്ള ഭാവം ഉണ്ടാകരുത്. എന്നെ നിങ്ങൾ കർത്താവെന്നും ഗുരുവെന്നും വിളിക്കുന്നു, ഞാൻ അങ്ങനെയാണ് താനും. യേശു അല്ലെന്നല്ല പറഞ്ഞേ, കർത്താവുമാണ് ഗുരുവുമാണ്. കർത്താവും ഗുരുവുമായ ഞാൻ ഒരു ലീനിയൻസ് ഇട്ടിട്ടല്ല പോകുന്നത്. നാളെ ഇതിന്റെ പേരിൽ നിങ്ങൾ ആരും ആ വചനത്തെ മിസ്യൂസ് ചെയ്യരുത്. യേശു തന്നെ മാതൃക കാണിച്ച് ശിഷ്യന്മാരുടെ കാലുകളെ കഴുകിക്കൊണ്ട് അവിടെ ആരാണ് വലിയവനെന്ന് കർത്താവ് വെളിപ്പെടുത്തുകയാണ്. നമുക്ക് തന്നിരിക്കുന്ന മാതൃകയാണ് ക്രിസ്തീയ ജീവിതത്തിൽ. സോദരൻ, രണ്ടാമതൊരു വാക്യം വായിച്ചോട്ട്. 1 പത്രോസ് എഴുതിയ ലേഖനം 2-ാം അധ്യായം 21-ാം വാക്യം. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 21-ാം വാക്യം. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്, ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവന്റെ കാൽ ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചു പോയിരിക്കുന്നു. പത്രോസ് ഇതിനെ വെളിപ്പെടുത്തുകയാണ്. ക്രിസ്തുവും കഷ്ടം അനുഭവിച്ചുകൊണ്ട്, കുറിവാക്യത്തോടുള്ള ബന്ധത്തിൽ ക്രിസ്തുവും താൻ കഷ്ടം അനുഭവിച്ചുകൊണ്ട് നിങ്ങൾ അവനെ പാത പിൻപറ്റുന്നവരാകൊണ്ട് നിങ്ങൾക്കൊരു മാതൃക വെച്ചേച്ച് അവൻ പോയിരിക്കുന്നു. സ്തോത്രം. ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെ വരുന്നു. ആ ചോദ്യം, യേശു എന്തിനാണ് ജഡത്തിൽ കഷ്ടം അനുഭവിച്ചത്? ആ ഒരു ചിന്ത നമുക്ക് കിട്ടിയാൽ മാത്രമേ എന്തിനാണ് യേശു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചത് അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. വിഷയത്തെ മനസ്സിലാക്കി വേണം നമുക്ക് പഠിക്കുവാൻ. യഥാർത്ഥത്തിൽ നാം അനുഭവിക്കുന്ന
എന്ന് അവകാശപ്പെടുന്ന കഷ്ടം ഈ വിഷയത്തോടുള്ള ബന്ധത്തിലാണോ എന്ന് വ്യക്തത വേണം. നമുക്കെല്ലാം കഷ്ടമുണ്ട്. എന്നാൽ ഈ പറയപ്പെട്ട ആമേൻ സ്തോത്രം കഷ്ടം എന്ന് പറയുന്നത് യേശു എന്തിനാണ് ഈ കഷ്ടം നേരിട്ടതെന്ന് ഒന്ന് പഠിക്കണം. ആമേൻ സ്തോത്രം. ഒറ്റ കാര്യത്തിനാണ് യേശു കഷ്ടം നേരിട്ടത്. അത് മറ്റൊന്നുമല്ല, പാപത്തോടുള്ള ബന്ധത്തിലാണ്. പാപത്തോടുള്ള ബന്ധത്തിലാണ് യേശു കഷ്ടം നേരിടേണ്ടി വന്നത്. കാരണം പാപം അവനെയും അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു. ദോ ഹീ സിൻലെസ്, അവൻ പാപമില്ലാത്തവനും പാപം ചെയ്യാത്തവനുമായി ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും സിൻ അവനെ ടെംപ്റ്റ് ചെയ്തു. പല ഘട്ടങ്ങളിൽ അവനെ കീഴ്പ്പെടുത്താൻ ഒരു ശ്രമം നടത്തി. ഈ കീഴ്പ്പെടുത്താനുള്ള ശ്രമത്തെ അതിനോട് എതിർത്ത് നിന്നതാണ് വാസ്തവത്തിൽ ഈ കഷ്ടം എന്ന് പറയുന്നത്. പാപം അവനെ കീഴ്പ്പെടുത്താൻ ശ്രമം നടത്തുമ്പോൾ അവൻ അതിനോട് എതിർത്ത് നിൽക്കുന്നതാണ് ഇവിടുത്തെ കഷ്ടം. നമ്മുടെ യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിന്റെ കഷ്ടം എന്ന് പറയുന്നത് ഇതാണ്. പാപം നമ്മെ കീഴ്പ്പെടുത്താൻ ശ്രമം നടത്തുമ്പോൾ ഒരു യുദ്ധത്തിന് ആയുധം ധരിച്ചു നിൽക്കുന്ന ഒരു പടയാളിയെ പോലെ നാം അതിനെ ചെറുത്തു നിന്നില്ലെങ്കിൽ ആ ചെറുത്തുനിൽപ്പിലാണ് ഈ കഷ്ടം കടന്നു വരാനിടയാകുന്നത്. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 18-ാം വാക്യം. ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായ നീതികെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. ഈ പാപം നിമിത്തം, പാപം എന്ന വിഷയത്തിന് വേണ്ടി അവൻ കഷ്ടം അനുഭവിക്കേണ്ടി വന്നത്. നീതികെട്ടവരെ നീതിമാനായ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് അവൻ ജഡത്തിൽ കഷ്ടം അനുഭവിപ്പാൻ ഇടയായി തീർന്നു. ആ കഷ്ടം അവരെ സംബന്ധിച്ചിടത്തോളം അവൻ ജഡത്തിൽ നേരിട്ട ആ കഷ്ടം 3:18 വന്നാൽ, പാപം നിമിത്തം അവൻ കഷ്ടം അനുഭവിച്ചു, അവൻ മരണത്തിലേക്ക് കടന്നുപോയി. നമുക്ക് കുറച്ചുകൂടെ വ്യക്തത കൊണ്ടുവരാം. തന്നെ ജഡത്തിൽ പാപം ചെയ്യിപ്പിക്കാനുള്ള പല ശ്രമങ്ങളും പല രൂപത്തിലും ഭാവത്തിലും യേശു നേരിട്ടു. യേശു അതിൽ നിന്നും എക്സംപ്റ്റഡ് ആയിരുന്നില്ല. ഇതൊന്നും എന്നെ ബാധിക്കത്തില്ല എന്നുള്ള അർത്ഥത്തിലല്ല. സിൻ എന്ന് പറയുന്നത് യേശുവിനെ കീഴ്പ്പെടുത്താൻ ശ്രമം നടത്തിയിട്ടുണ്ട്. എന്നാൽ ഒരിക്കലും പാപം തന്നെ സ്വാധീനിച്ച് കീഴ്പ്പെടുത്താതിരുപ്പാൻ അതിനോട് അവൻ ചേർത്ത് നിന്നു. നമുക്കറിയാം, മരുഭൂമിയിലെ പരീക്ഷാ സമയത്ത് അവനെ പാപം ചെയ്യിപ്പിക്കാനുള്ള പ്രേരണ അവിടെ ഉണ്ടായത്. യു ഡു ദിസ്, നീ ഇത് ചെയ്താൽ നിന്റെ പ്രശ്നം തീർന്നു. അവിടെ അവൻ ദൈവത്തിന്റെ വാക്കിനേക്കാൾ പ്രലോഭകന്റെ വാക്കിനാണ് ചെവി കൊടുക്കുന്നതെങ്കിൽ അവിടെ സിൻ കടന്നു വന്നു കഴിഞ്ഞു. അപ്പൊ പരീക്ഷ തന്റെ ജീവിതത്തിൽ അവനെ പാപം ചെയ്യിപ്പിക്കാനാണ് കടന്നു വന്നത്. എന്നാൽ അവൻ ഒരിക്കലും പാപത്തിന് തന്റെ ജീവിതത്തിൽ ഇടം കൊടുത്തേയില്ല. സ്വാധീനിക്കാനുള്ള ശ്രമം നടന്നെങ്കിലും എന്താണത് അർത്ഥമാക്കുന്നത്? എന്നെയും നിങ്ങളെയും പാപം ചെയ്യിപ്പിക്കാനുള്ള ഒരു ശ്രമം പാപം നടത്തുന്നുണ്ട്. എന്നാൽ ഞാനും നിങ്ങളും ക്രിസ്തുവിന്റെ ഭാവമാകുന്ന ആയുധം ധരിച്ചുകൊണ്ട് കഷ്ടം ഞാൻ സഹിച്ചോളാം, പാപം ചെയ്യത്തില്ല. എത്ര കഷ്ടമേൽക്കേണ്ടി വന്നാലും ഐ വിൽ നോട്ട് സിൻ. ഈ ഒരു നിശ്ചയദാർഢ്യത്തോടെ ചെറുത്ത് നിന്നാൽ പാപത്തിന് നമ്മെ കീഴ്പ്പെടുത്താൻ സാധ്യമല്ല. ഹെബ്രായ ലേഖനം 2-ാം അധ്യായം 18-ാം വാക്യം. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കാൻ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിയുള്ളവൻ ആവുന്നു. ഇതാണ് ഡബിൾ എഡ്ജ് സോർഡ് എന്ന് പറയുന്നത്. ആ വാക്യത്തിൽ 2 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്.
താൻ തന്നെ പരീക്ഷിതനായി എന്തനുഭവിച്ചു? ആ പരീക്ഷയോട് എതിർത്ത് നിന്നപ്പോ കഷ്ടം അനുഭവിച്ചു. എന്നിട്ട് പറയുകയാണ്, പരീക്ഷിക്കപ്പെടുന്നവർക്ക്, അത് എന്നെ നമ്മളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പരീക്ഷ വന്നിട്ടും കഷ്ടം സഹിച്ച് അതിനെ ജയിച്ചവൻ നമ്മുടെ കൂടെ നിൽക്കുന്നത് കൊണ്ട് നമ്മുടെയും ജീവിതത്തിൽ പാപം ചെയ്യിപ്പിക്കാൻ പരീക്ഷ വരുമ്പോൾ നമ്മെ ശക്തീകരിപ്പാനും സഹായിപ്പാനും അവൻ നമ്മുടെ കൂടെ ഉണ്ടെന്ന്. എന്ന് പറഞ്ഞാൽ പാപത്തിന് അല്ലെങ്കിൽ ആ പ്രലോഭനത്തിന് അല്ലെങ്കിൽ ആ പരീക്ഷയ്ക്ക് എന്നെയും നിങ്ങളെയും കീഴ്പ്പെടുത്താൻ സാധിക്കത്തില്ല. അതാണ് ഈ വാക്യം നമുക്ക്, കാരണം അവൻ നമ്മെ സഹായിപ്പാൻ എപ്പോഴും. രണ്ടാമത്തെ വാക്യം 4:15, ഹീബ്രൂസ് ചാപ്റ്റർ 4:15. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകൾ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. നമുക്ക് തുല്യനായി സകലത്തിലും. ഒരു മനുഷ്യൻ ഏതെല്ലാം രീതിയിൽ പരീക്ഷിക്കപ്പെടാമോ ആ രീതിയിലെല്ലാം യേശുവും പരീക്ഷിക്കപ്പെട്ടു. പാപം ഒഴികെ എന്നുള്ളത് പാപം ചെയ്തില്ല എന്ന അർത്ഥത്തില്. എന്തെല്ലാം പരീക്ഷകൾ അവന്റെ ജീവിതത്തിൽ വന്നെങ്കിലും അവൻ പാപം ചെയ്തില്ല. അതാണ് നമുക്ക് സന്തോഷിക്കാൻ വകയുള്ളത്. എന്തെല്ലാം പരീക്ഷ വന്നാലും നാം ചെറുത്ത് നിൽക്കാനും എതിർത്ത് നിൽക്കാനും ഒരുക്കമാണെങ്കിൽ നമുക്ക് ആ പാപത്തെ ജയിക്കാൻ കഴിയും. ഇത് പഴയ നിയമത്തിൽ ലഭിച്ചിരുന്ന ഒരു കാര്യമല്ല. പഴയ നിയമത്തിൽ പാപം മനുഷ്യനെ കീഴ്പ്പെടുത്തുന്ന ഒരു അനുഭവമാണ്. എന്നാൽ പുതിയ നിയമത്തിന്റെ പ്രത്യേകത, നമുക്ക് പാപത്തെ ജയിക്കാൻ പറ്റും. പാപം നമ്മുടെ മേൽ റോമാലേഖനത്തിൽ നമുക്ക് സുപരിചിതമായ വാക്യമാണല്ലോ. അവൻ നാം ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്ക് അധീനരാകൊണ്ട്. റോമാലേഖനം 6-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. പാപത്തിന് നിങ്ങളുടെ മേൽ ഇനി കർത്തൃത്വം നടത്താൻ സാധ്യമല്ല എന്ന് പറഞ്ഞാൽ, ചെറുത്ത് നിൽക്കാൻ ഞാനും നിങ്ങൾ ഒരുക്കമാണെങ്കിൽ, പാപത്തോടൊരു സന്ധിയില്ലാ സമരം നാം സ്വീകരിച്ചാൽ പാപത്തിന് നമ്മിൽ കർത്തൃത്വം നടത്താൻ സാധ്യമല്ല. ഏതെല്ലാം രീതിയിൽ പ്രലോഭനം വന്നാലും, ഏതെല്ലാം രീതിയിൽ സമ്മർദ്ദങ്ങൾ കടന്നു വന്നാലും, എന്തെല്ലാം പരീക്ഷകൾ ജീവിതത്തിൽ പാപം നമ്മെ സ്വാധീനിക്കാനായി ശ്രമിച്ചാലും, നാം കൃപയ്ക്ക് അധീനരാകൊണ്ട് ആ പാപം നമ്മെ വാഴാൻ സാധ്യമല്ല. എന്ന് പറഞ്ഞാൽ പാപത്തെ എനിക്കും നിങ്ങൾക്കും ചെറുത്ത് തോൽപ്പിക്കാൻ സാധിക്കും. അത് ക്രിസ്തുവിലൂടെ നമുക്ക് കിട്ടിയ അതാ. ആമേൻ. കഷ്ടം സഹിച്ചുകൊണ്ട് പാപം ചെയ്യത്തില്ല. എന്ത് കഷ്ടം അതിന്റെ പേരിൽ ഏൽക്കേണ്ടി വന്നാലും ഞാൻ പാപം ചെയ്യില്ല എന്നൊരു ഉറപ്പുള്ളിലുണ്ടെങ്കിൽ, അതാ നമ്മുടെ റെവലേഷൻ. ആ ഭാവം നാം ആയുധമായി ധരിച്ചിരിക്കുന്നിടത്തോളം നമ്മെ പാപത്തിനൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട് ആ ആയുധം നാം ധരിക്കാൻ പറഞ്ഞു. ഇതിന്റെ പ്രത്യേകത, വല്ലപ്പോഴും അല്ല ഈ ആയുധം ധരിക്കേണ്ടത്. യുദ്ധക്കളത്തിൽ നിൽക്കുന്ന നാം എപ്പോഴും ആയുധം ധരിച്ചിരിക്കണം. എപ്പോഴാ ഇത് വരുന്നെന്ന് അറിയത്തില്ലേ? ശത്രു ഏത് ദിക്കിൽ കൂടെ എപ്പോഴാ വരുന്നെന്ന് അറിയത്തില്ല. അത് ഞായറാഴ്ച രാവിലെയാണോ വരുന്നെന്ന് അറിയത്തില്ല, ഞായറാഴ്ച ഉച്ചയ്ക്കാണോ വരുന്നെന്ന് അറിയത്തില്ല, വൈകുന്നേരമാണോ വരുന്നെന്ന് അറിയത്തില്ല, അതിനിടയിലുള്ള സമയമാണോ എന്ന് അറിയത്തില്ല. അപ്പൊ എപ്പോഴും യുദ്ധത്തിന് നിൽക്കുന്ന ഒരാൾ ആയുധം ധരിച്ച് നിൽക്കുന്നത് പോലെ നാം ക്രിസ്തുവിന്റെ ആ ഭാവം, എത്ര കഷ്ടം അതിന്റെ പേരിൽ നിൽക്കേണ്ടി വന്നാലും പാപം ചെയ്യില്ല, പാപത്തിന് ഇടം കൊടുക്കില്ല എന്ന ഒരു ഉറപ്പ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ പാപത്തിന് നമ്മെ കീഴ്പ്പെടുത്താൻ സാധ്യമല്ല. നമുക്ക് തലവണക്കാം, ദൈവത്തിന്റെ സന്നിധിയിൽ കർത്താവിനോട് പ്രാർത്ഥിക്കാം. ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചത് കൊണ്ട് എന്തിനു വേണ്ടി കഷ്ടം അനുഭവിച്ചു? പാപസംബന്ധമായി അവൻ കഷ്ടം അനുഭവിക്കേണ്ടി വന്നു. അതേ ആയുധം, ആ ഭാവം തന്നെ ആയുധമായി ധരിച്ചു കൊള്ളുവാൻ വിശ്വാസികളോട് പത്രോസ് പറയുമ്പോൾ
അവൻ എപ്രകാരം ആ ആയുധം ധരിച്ച് ജയിപ്പാനിടയായോ. കഷ്ടം ജീവിതത്തിൽ കടന്നുവെന്നുള്ള സത്യമാണ്. എന്നാൽ പാപം അവനെ കീഴ്പ്പെടുത്താൻ ഒരിക്കലും ഇടയായില്ല. അവൻ ദൈവപുത്രനായി ആണ് എന്നതുകൊണ്ട് പാപം അവനെ വിട്ടൊഴിഞ്ഞു പോയില്ല. പരീക്ഷകളൊന്നും അവനെ വിട്ടൊഴിഞ്ഞു പോയില്ല. അതൊക്കെ അവന്റെ ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നായി വന്നു. ആമേൻ. ആദാമിന്റെ ജീവിതത്തിൽ വന്നതുപോലെ പാപമില്ലാത്തവനായി ദൈവം സൃഷ്ടിച്ച ആദാമിന്റെയും ഹവ്വയുടെയും ജീവിതത്തിൽ അവർക്ക് വേണമെങ്കിൽ യേശുവിനെ പോലെ ചെറുത്തു നിൽക്കാമായിരുന്നു. എന്നാൽ അവർ പിശാചിന്റെ വാക്കിന് ജീവിതത്തിൽ ഇടം കൊടുത്തപ്പോൾ പാപം സംഭവിച്ചു. എങ്കിൽ ക്രിസ്തു ദൈവപുത്രനായി വന്ന് പാപത്തോട് എതിർത്ത് നിന്നത് കൊണ്ട്, നോട്ട് ബിക്കോസ് ഹി ഈസ് സൺ ഓഫ് ഗോഡ്, അവൻ പാപത്തോട് എതിർത്ത് നിന്നത് കൊണ്ടാണ് പാപത്തെ ജയിക്കാനിടയായത്. അല്ലാതെ ദൈവപുത്രനായത് കൊണ്ടല്ല, പിതാവ് കൊടുത്ത പദവി കൊണ്ടല്ല യേശു പാപത്തെ ജയിച്ചത്. മറിച്ച് കഷ്ടം അനുഭവിച്ചുകൊണ്ട് ആ ആയുധം ധരിച്ച് ആമേൻ പാപത്തെ അവൻ ജയിപ്പാനിടയായി തീർന്നു. നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ മനസ്സുകളും ഒന്ന് തുറന്നു കൊടുത്താട്ടെ. നാം ദൈവവചനത്തിന്റെ മുമ്പാകെ ആയിരുന്നവല്ലോ. നാം യേശുവിനെയാണ് അനുഗമിക്കുന്നത്. നമുക്ക് അവൻ സഞ്ചരിപ്പാൻ കർത്താവ് ഒരു പാത നൽകിയിട്ടാണ് പോയിരിക്കുന്നത്. അതല്ലാതെ മറ്റൊരു മാർഗം നമുക്കില്ല. മറ്റൊരുത്തനും രക്ഷയില്ല എന്ന് പറയുന്നത് പോലെ യേശു പോയ പാതയിലൂടെ അല്ലാതെ, യേശു മഹത്വത്തിലേക്ക് കടന്നതുപോലെ എനിക്ക് നിങ്ങൾക്ക് മഹത്വത്തിലേക്ക് കടക്കാൻ സാധ്യമല്ല. ആ ഒരൊറ്റ പാതയിലൂടെ സഞ്ചരിച്ചെങ്കിൽ മാത്രമേ അവൻ ഇരിക്കുന്ന ഇടത്ത് എനിക്കും നിങ്ങൾക്കും എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അവൻ ക്യാപ്റ്റനായി നമുക്ക് മുമ്പേ പോയി. ആമേൻ, സ്തോത്രം. നമുക്ക് വാസസ്ഥലം ഒരുക്കുമ്പോൾ അവിടെ ഞാനും നിങ്ങളും എത്തേണ്ടതാകൊണ്ട് ഭൂമിയിൽ നമുക്ക് തന്നിരിക്കുന്ന ആയുസ് ക്രിസ്തു എപ്രകാരം ജഡത്തിൽ ജീവിച്ചുകൊണ്ട് പാപത്തെ ജയിപ്പാൻ ഇടയായി തീർന്നുവോ, ആ ഭാവം തന്നെ ആയുധമായി ധരിച്ചുകൊണ്ട് ഞാനും നിങ്ങളും പാപത്തെ ജയിച്ച് കാണുവാനാണ് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നത്. പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ വിശുദ്ധ വചനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകൊണ്ട് സ്തോത്രം. അങ്ങ് പോയ പാതയിലൂടെ ഞങ്ങളെ നടത്തുമ്പോൾ കർത്താവെ, അനുകൂലമല്ലാത്ത ഒരു ലോകത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. സമ്മർദ്ദങ്ങളുണ്ട്, പ്രലോഭനങ്ങളുണ്ട്, വശീകരണങ്ങളുണ്ട്. ഞങ്ങളെ വീഴ്ത്താനുള്ള ശ്രമം, പാപം എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് നേരെ ആമേൻ ആഞ്ഞടിക്കുമ്പോൾ, ആമേൻ സ്തോത്രം കർത്താവെ, ഞങ്ങൾക്ക് തന്ന ആ ക്രിസ്തുവിലുള്ള ആ വെളിപ്പെട്ട ആ ഭാവം ഒരു ആയുധമായി ധരിച്ചുകൊണ്ട് പാപത്തോട് എതിർത്ത് നിൽക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഈ രാത്രി തലവണക്കിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിക്കുന്നു. വചനത്താൽ അവർ ബലപ്പെടട്ടെ കർത്താവേ. ക്രിസ്തീയ ജീവിതം മൂല്യമുള്ളതായി തീരട്ടെ. വിശ്വാസ ജീവിതം അർത്ഥപൂർണമാകട്ടെ. മറ്റു മനുഷ്യരുടെ അവൻ വാക്കിന്റെ പിൻബലത്തിലല്ല കർത്താവേ, വചനത്തിന്റെ ഉറപ്പിൽ അവൻ ആഴക്കുഴിച്ച് പാറമേൽ വീട് പണിത മനുഷ്യനെ പോലെ നല്ല അടിസ്ഥാനമുള്ളതായി പണിയപ്പെടുവാൻ, അതിന് നേരെ കാറ്റും കോളും കടന്നു വന്നാലും അത് നിലംപരിശാകത്തില്ല എന്ന് വചനത്തിൽ വായിക്കുന്നത് പോലെ വിശ്വാസ ജീവിതത്തിൽ ഉറപ്പും സ്ഥിരതയുള്ളവരായി ഓരോ ദിവസവും ശക്തിപ്പെടുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. അവിടുന്ന് വെളിപ്പെടുത്തി തരുന്ന ഓരോ കാര്യങ്ങൾ കർത്താവെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ അങ്ങ് പ്രസംഗിക്കുകയും ശുശ്രൂഷിക്കുകയും മാത്രമല്ല, മാതൃകാ ജീവിതം നയിച്ചതുപോലെ ഞങ്ങളും കേൾക്കുന്നവരും പ്രാപിക്കുന്നവരും മാത്രമാകാതെ അത് ആമേൻ പ്രായോഗിക ജീവിതത്തിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ രാത്രി ഞങ്ങൾക്ക് നൽകി തന്ന ഈ ബൈബിൾ സ്റ്റഡിക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്നുവരെയും ദൈവം സഹായിച്ചല്ലോ. സകല മഹത്വം അറക്കപ്പെട്ട കുഞ്ഞാടിന് ഞങ്ങൾ കുറയുകയും നീ ഞങ്ങളിൽ വളരുകയും ചെയ്യണമെന്ന് ദൈവത്തോടടിയൻ പ്രാർത്ഥിക്കുന്നു. ആഗ്രഹിച്ചിട്ടില്ലെങ്കിൽ ഞാൻ കഴിയാതെ പോയവർക്ക് വേണ്ടിയും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിച്ചായിരിക്കുന്ന ഇടങ്ങളിൽ നിന്റെ സംരക്ഷണം നൽകി കൊടുക്കണം കർത്താവേ. അല്ലേലും ഈ സമയം ഞങ്ങൾ ഒരുമിച്ച് കർത്താവേ ആമേൻ സ്തോത്രം സിബി സിസ്റ്ററുടെ മകൻ ആമേൻ സ്തോത്രം ബെൻസിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നാളെ പൈതലിന്റെ ഒരു ഓപ്പറേഷനിലൂടെ കടന്നു പോവുകയാണ്. കർത്താവെ, പൈതലിനെ അവിടുന്ന് സഹായിക്കണമേ. ആവശ്യമായ എല്ലാ
ആമേൻ സഹായങ്ങളും ദൈവത്തിന്റെ പക്കൽ നിന്ന് പ്രിയ പൈതലിന് ലഭിപ്പാൻ, മനുഷ്യകരങ്ങളിലൂടെ ലഭിക്കേണ്ട ശുശ്രൂഷകൾ ഏറ്റവും യോഗ്യമായ രീതിയിൽ ലഭിപ്പാൻ കർത്താവെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ റിക്കവറി വേഗത്തിൽ ആമേൻ ലഭിപ്പാനും ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് നൽകി തന്ന വിശുദ്ധ കൂട്ടായ്മയ്ക്കായി സ്തോത്രം. പിന്നെയും ഞങ്ങൾ ഒരുമിച്ച് കൂട്ടായ്മ ആചരിക്കുവോളം നിന്റെ ചിറകിന്റെ മറവിൽ ഞങ്ങളെ മറച്ചു കൊള്ളണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മോടും ഭൂലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരോടും ഗ്രേസ് ആൻഡ് ട്രൂത്ത് ക്രിസ്ത്യൻ മിനിസ്റ്ററി പ്രവർത്തനങ്ങളോടും ഇന്ന് എന്നേക്കും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, ആസ്വദിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു.